അഊദുബില്ലാഹി സമീഉൽ അലീം മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അഹിമ്മത അശ്ശഹദരി ലനാ ബിഹാദൽ മഹദരി വതഅതിഫി ബിനദ്റത്തിൻ തഅതി ലനാ ബിൾഫരി. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. കഴിഞ്ഞ ബഹുലതബിൻ്റെ ദർസിൽ നസീഹത്തിനെ കുറിച്ചും സ്വാലിഹീങ്ങളുമായ സഹവാസത്തെക്കുറിച്ചും മൗനം പാലിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. ഇനി ശേഖ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാണ്. അത് പരലോക ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഓർക്കാൻ പറയലാണ്. പിന്നെ അവിടെ നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന അവസ്ഥകളെക്കുറിച്ചും നമുക്ക് ആ നന്മ തിന്മകൾ എഴുതപ്പെട്ട കിതാബ് നമ്മളെ കയ്യിൽ ഏൽപ്പിക്കുന്നതിനെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അതിൽ അടങ്ങിയിട്ടുള്ള ശിക്ഷകളെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും അവിടുത്തെ ഹൂർലിങ്ങളെക്കുറിച്ചും അവരുടെ പരിവാരങ്ങളെക്കുറിച്ചും വലിയ മാളികകളെക്കുറിച്ചും അങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കണം എന്ന് പറയാണ്. തദക്കറിൽ മീസാന നശ്റ സുഹുഫി മാഫിൽ ജഹീമി മിൻ ദവാമിൽ അസഫി വഫിൽ ജിനാനി മിൻ ഹിസാനിൽ ഹൂരി മാ അൽ ജവാരി മാ ഹിസാനിൽ ദോറി. തദക്കറിൽ മീസാൻ, നിങ്ങൾ മീസാൻ അതായത് നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന തുലാസിനെ നിങ്ങൾ ഓർക്കണം. നശ്റ സുഹുഫി, അതുപോലെ തന്നെ നിങ്ങളുടെ നന്മ തിന്മകളൊക്കെ എഴുതപ്പെട്ട രേഖ ഉണ്ടാവുമല്ലോ, ആ കിതാബ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കപ്പെടുന്നതിന് നിങ്ങൾ ഓർക്കണം. മാഫിൽ ജഹീം, അതുപോലെ തന്നെ നരകത്തിൽ അള്ളാഹു സംവിധാനിച്ച കാര്യങ്ങളെക്കുറിച്ചും മിന ദവാമിൽ അസഫി, നരകത്തിൽ നേരിടേണ്ടി വരുന്ന ശാശ്വതമായ ദുഃഖങ്ങളെക്കുറിച്ചുമൊക്കെ നിങ്ങൾ ഓർക്കണം. വഫിൽ ജിനാനി മിൻ ഹിസാനിൽ ഹൂരി മാൽ ജവാരി മാൽ ഹിസാനിൽ ദോരി. വഫിൽ ജിനാൻ, അതുപോലെ തന്നെ സ്വർഗത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. മിൻ ഹിസാനിൽ ഹൂരി, അവിടെയുള്ള കാര്യങ്ങൾ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അവിടെ സുന്ദരികളായ ഹൂറികൾ ഉണ്ടാവും എന്നുള്ളതാണ്. മാൽ ജവാരി, അവർക്ക് അവരുടെ പരിചാരകരോടൊപ്പം. മാൽ ഹിസാനുൽ ദൗരി, അവർ സൗന്ദര്യമുള്ള മനോഹരമായ ഭവനങ്ങളിലേക്ക് താമസിക്കാം. ഈ ഭവനങ്ങളും പരിവാരങ്ങളും ഒക്കെ അടങ്ങുന്ന സുന്ദരികളായ ഹൂറികളൊക്കെ ഉള്ള സ്വർഗത്തെക്കുറിച്ചും നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഈ ഒരു വരികൾ നമ്മൾ സയ്യിദ്ന ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരുപാട് തസവൂഫിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം, മാരിഫത്തിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം, ഫനാവിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം, ബക്കാവിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം, അദബിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം, അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം, എല്ലാത്തിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഈ കാര്യം പറയുന്നത്. അത് സയ്യിദ്ന ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മാരിഫത്തിലും അവിടുത്തെ ആത്മീയമായ ദൗക്കലും രുചിയിലും ഒക്കെ ഉള്ള പരിപൂർണതനെ കാണിക്കുന്നതാണ്. മഹാനവറുകൾ സാധാരണ ആരിഫീങ്ങളൊക്കെ അവരുടെ സംസാരങ്ങളിൽ അള്ളാഹുവിൻ്റെ മഹബത്തിനെ കുറിച്ച് അവർ പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ലിഖാനെക്കുറിച്ച് അവർ പറഞ്ഞാൽ, മാരിഫത്തിനെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ സാധാരണ സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ചൊന്നും പറയാറില്ല. എന്നാൽ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ അതിന് ശേഷമാണ് ഇതൊക്കെ പറയുന്നത്. കാരണം ഈ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഒക്കെ യാഥാർത്ഥ്യത്തെ സ്ഥിരപ്പെടുത്തലാണ് ഒന്ന്. രണ്ടാമത്തത് നരകത്തിലൂടെയും സ്വർഗത്തിലൂടെയും ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നരകത്തിനെ പേടിക്കുന്നുണ്ട്, സ്വർഗത്തിനെ അവർ കൊതിക്കുന്നുണ്ട്. നരകത്തിലൂടെ അള്ളാഹുവിൻ്റെ ജലാലിനെ അവർ പേടിക്കുന്നുണ്ട്, സ്വർഗത്തിലൂടെ അള്ളാഹുവിൻ്റെ ജമാലിനെ അവർ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പഠിപ്പിക്കാനും കൂടിയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ചർച്ചകളിലേക്കൊക്കെ പിന്നെ വരുന്നുണ്ട്. അപ്പോൾ നരകത്തെ പേടിക്കുന്നതും സ്വർഗത്തെ ആഗ്രഹിക്കുന്നതും
അള്ളാഹുവിനെ കിട്ടാത്തവർ, അള്ളാഹുലേക്ക് യാത്ര ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ അവർക്ക് വലിയ മറകളാണ്. കാരണം അള്ളാഹുലേക്ക് യാത്ര ചെയ്യുന്നതിൽ അവർ സ്വർഗത്തിനെ പ്രതീക്ഷിച്ചിട്ടും സ്വർഗത്തിനെ പ്രതീക്ഷിച്ചും നരകത്തിനെ പേടിച്ചിട്ടാണ് അള്ളാഹിനെ അവർ ആരാധിക്കുന്നതെങ്കിൽ അത് അള്ളാഹുവിനെ തൊട്ട് അവർ മറച്ചു കളയും. അള്ളാഹിലേക്ക് അവർ എത്തിച്ചേരില്ല. അതേസമയം അള്ളാഹുവിൽ എത്തിച്ചേർന്നതിന് ശേഷമാണ് അവരിതൊക്കെ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് അള്ളാഹുവിലുള്ള വർധനവ് മാത്രമേ അവർക്ക് നൽകുള്ളൂ. കാരണം നരകത്തിൻ്റെ ലാഹിറും ബാത്തിനുമായ സ്വർഗത്തിൻ്റെയും ലാഹിറും ബാത്തിനുമായ കാര്യങ്ങളിലൂടെയൊക്കെ അവർക്ക് കടന്നു പോകാൻ പറ്റും. അവർ ഈ സ്വർഗവും നരകവും ഒന്നും അവരെ അള്ളാഹുവിനെ തൊട്ട് മറപ്പിക്കില്ല. കാരണം ദുനിയാവിൽ അള്ളാഹുവിനെ അറിഞ്ഞ വ്യക്തിയും ദുനിയാവിലെ രസങ്ങളിൽ തന്നെയാണല്ലോ ജീവിക്കുന്നത്, അല്ലേ? അള്ളാഹുവിൻ്റെ ആരിഫാണെന്ന് കരുതി അവന് ഈ ദുനിയാവിൽ ഭാര്യമാരും മക്കളും കുടുംബവും സുഖവും ദുഃഖവും ഒന്നും ഇല്ലാതിരിക്കുന്നില്ലല്ലോ. സാധാരണ ഒരു മനുഷ്യന് എന്താണോ ഉള്ളത് അതൊക്കെ അവനുണ്ട്. സാധാരണ മനുഷ്യനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ അവനെയും വേദനിപ്പിക്കും. സാധാരണ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ അവനെയും സന്തോഷിപ്പിക്കും. സാധാരണ മനുഷ്യൻ എങ്ങനെയാണോ ഇവിടെ ഉള്ളത് അതൊക്കെ അവനുണ്ട്. പക്ഷേ അവൻ അതിലൂടെ അള്ളാഹിനെ കാണുന്നുണ്ട് എന്നുള്ളതാണ് വ്യത്യാസം. ഈ വ്യത്യാസം തന്നെ ഒരു വലിയൊരു മാഗ്നിറ്റ്യൂഡിൽ വലിയൊരു അവസ്ഥയിലാണ് പരലോകത്ത് അള്ളാഹു വെളിവാക്കുന്നത്. അവിടെ അള്ളാഹുവിനെ അറിയുന്നവർക്ക് നരകവും സ്വർഗവും ഒക്കെ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള അള്ളാഹുവിൻ്റെ ജലാലിൻ്റെ വ്യത്യസ്തമായ തജല്ലികളായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ജലാല്, ദുനിയാവിലെ ഒരു ആരിഫ് അള്ളാഹുവിൻ്റെ ജലാലിനെ പേടിക്കുന്നത് എത്രമാത്രമാണോ അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് പരലോകത്ത് നരകത്തിൻ്റെ ജലാലിനെ അള്ളാഹുവിൻ്റെ ആരിഫ് പേടിക്കും. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ കൊതിക്കുകയും ചെയ്യും. ദുനിയാവിൽ അള്ളാഹുവിൻ്റെ ജമാലിനെ ഒരു ആരിഫ് എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ജമാൽ വെളിവാകുന്ന സ്വർഗത്തിനെ അവൻ ഇഷ്ടപ്പെടും. അവന് അതിനായിട്ട് പ്രാർത്ഥിക്കുകയും കൊതിക്കുകയും ചെയ്യും. ഇതൊക്കെ അവരുടെ മാരിഫത്തിൻ്റെ പരിപൂർണതയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് കാമിലിങ്ങളായ ആളുകളെ അതുകൊണ്ടാണ് നമുക്ക് സാധാരണക്കാരിൽ നിന്ന് വേർതിരിക്കാൻ സാധിക്കില്ല. കാമിലിങ്ങളല്ലാത്തവർക്ക് നമുക്ക് ഇങ്ങനത്തെ കുറേ സാധാരണക്കാരിൽ നിന്നല്ലാത്ത വ്യത്യസ്തമായ വാക്കുകൾ കാണാൻ പറ്റും. അവർ നരകം വേണ്ട, സ്വർഗം വേണ്ട, അള്ളാഹ് മതി എന്നൊക്കെ അവർ പറയും. അപ്പം മനസ്സിലാവും ഒരു പ്രത്യേകക്കാരായ ആൾക്കാരാണെന്ന് മനസ്സിലാവും. എന്നാൽ കാമിലീങ്ങളായ ആളുകൾക്ക് സാധാരണക്കാർക്കുള്ളതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവും. അവരുടെ ആത്മീയത കൂടുതലും അവരുടെ ബാത്തിനിലായിരിക്കും. അവർ ഹൃദയവുമായി ചേർന്ന് നിൽക്കുന്ന മാരിഫത്തുമായി ബന്ധപ്പെട്ടായിരിക്കും. എന്നാൽ അവർ ബാഹ്യമായി സാധാരണക്കാരെങ്ങനെയാണോ വിലപിക്കുന്നത്, സങ്കടപ്പെടുന്നത്, സാധാരണക്കാരെങ്ങനെയാണോ പേടിക്കുന്നത്, സാധാരണക്കാരെങ്ങനെയാണോ കൊതിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അതിനേക്കാളൊക്കെ തീവ്രമായി അവർ കൊതിക്കുകയും ആഗ്രഹിക്കുകയും അതിനേക്കാളൊക്കെ തീവ്രമായി പേടിക്കുകയും ദുഃഖിക്കുകയും വ്യസനിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ അവരതൊക്കെ ചെയ്യുക അള്ളാഹുലായി കൊണ്ടായിരിക്കുന്നു മാത്രം. അതൊന്നും അള്ളാഹുവിനെ തൊട്ട് അവർ മറപ്പിക്കൂല എന്നേ വ്യത്യാസമുള്ളൂ. ഇതിനെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് നസർ യൂസുഫ് റളിയല്ലാഹു അൻഹു എൻ്റെ നെയിൽ അറബ് എന്ന ഷർഹിൽ വിശദീകരിക്കുന്നുണ്ട്. തദക്കറൽ മീസാൻ, നിങ്ങൾ തുലാസിനെ ഓർക്കണം. അല്ലദീ തൂസനു ഫീഹിൽ അമാലു നൂറാനിയ വദ്ദുൽമാനിയ. എന്താണ് ഈ തുലാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് പ്രകാശത്തിൻ്റെയും അതുപോലെ അന്ധകാരത്തിൻ്റെയും അമാലുകൾ, അതിൻ്റെ കർമ്മങ്ങൾ തൂക്കപ്പെടുന്നതാണ്. അതായത് നന്മയും തിന്മയും തൂക്കപ്പെടുന്ന ഒരു തുലാസാണത്. വമാഹുവൽ മുറജ്ജഹു മിൻഹുമ, അതിലേറ്റവും തൂക്കം കൂടുന്നത് ഏതിനാണെന്നാണ് ആ ഒരു തുലാസിൽ നോക്കപ്പെടുക. ഫൈൻ ദും താലാദാലിക്, ആരെങ്കിലും ഈ ഓർമ്മനെ ഈ തുലാസിൽ തൂങ്ങുന്നതിനെ പറ്റി ഓർക്കുന്നത് നിലനിന്നാൽ, അതായത് എൻ്റെ നന്മയും തിന്മയും നാളെ പരലോകത്ത് തൂക്കപ്പെടും എന്ന കാര്യത്തിൻ്റെ ഓർമ്മയിലായി നിലനിന്നാൽ, എപ്പോഴും നിലനിന്നാൽ, ലാ ശക്ക, ഒരു സംശയമില്ല, അന്ന കൽബക്ക, അവൻ്റെ കൽബ് യബുറുദു മിൻ ദുനിയ വമാ ഫിഹ, അവൻ ദുനിയാവിൽ നിന്നും ദുനിയാവിലുള്ള എല്ലാത്തിൽ നിന്നും ഓടി അകലുന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. നാളെ പരലോകത്ത് എൻ്റെ നന്മ തിന്മകൾ തൂക്കപ്പെടും
അപ്പോൾ നന്മകൾ വർദ്ധിപ്പിക്കാനും ഹൈറാത്തുകൾ വർദ്ധിപ്പിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് ഒരാൾക്ക് ബോധ്യം വന്നാൽ അവൻ പിന്നെ ദുനിയാവിൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ മാത്രമേ ശ്രമിക്കുള്ളൂ, തിന്മകൾ ഒഴിവാവാൻ മാത്രമേ ശ്രമിക്കുള്ളൂ. കാരണം ഈ ഒരു ചിന്ത അവന് പിടികൂടുന്ന സമയത്ത് അവൻ ദുനിയാവിൽ നിന്ന് അകലും, എന്നിട്ട് സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുൻകും. അപ്പോൾ കഥാലിക്ക തദക്കുറുക്ക, അതുപോലെ തന്നെയാണ് അവൻ ഓർക്കണം. നസുറ സുഹഫി, അവൻ്റെ മുമ്പിൽ അവൻ്റെ ഏട് നിരത്തപ്പെടുന്നത്. ഹൽ തൗഹൂദ് കിതാബക ബിയമീനിക്, അവനത് വലത്തെ കയ്യിലാണോ വാങ്ങുക. ഫയക്കൂൺ ഹിസാബുക്ക യസീറ, അങ്ങനെയാണെങ്കിൽ വലത്തെ കയ്യിലാണ് അവൻ വാങ്ങുന്നതെങ്കിൽ അവൻ്റെ ഹിസാബ്, അവൻ്റെ വിചാരണ എളുപ്പമായിരിക്കും. വൈം ഔ ബിഷിമാൽ, അല്ലെങ്കിൽ ഇടത്തെ കയ്യിലാണോ വാങ്ങുന്നത്, അങ്ങനെയാണെങ്കിൽ ഫയക്കൂന് ദുആ സുബൂറൻ, അവന് ഞാൻ നശിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ദുആ ചെയ്യുള്ളൂ. കാഫിരീങ്ങൾ ദുആ ചെയ്യില്ല, ഞാനൊന്നും മണ്ണായി പോയിരുന്നെങ്കിൽ, ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നൊക്കെ അവർ ദുആ ചെയ്യുന്നു, ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ അവർ ദുആ ചെയ്യും, ഞാൻ നശിച്ചു പോയിരുന്നെങ്കിൽ. അവർ വലത്തെ കയ്യിലാണ് ഈ ഏട് കിട്ടുന്നതെങ്കിൽ. മഖാമുസ്സഈർ, അവരുടെ മക്കാമ്, അവരുടെ ഇടം കത്തിക്കപ്പെടുന്ന നരകമായിരിക്കും. കദാലിക തദക്കുറുക്, അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കണം. ലിമാ ഫിൽ ജഹീം, നരകാഗ്നിയെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. വഹിയദാറുദ്ദുല്ലി വല്ലിഹാന, കാരണം ആ ഒരു വീട് അത് അടിച്ചമർത്തുന്നതിൻ്റെയും അതുപോലെ അപമാനിക്കപ്പെടുന്നതിൻ്റെയും ഒക്കെ വീടാണ്. അവിടെ നിങ്ങൾക്ക് വേദനകളും പ്രയാസങ്ങളും മാത്രമേ അനുഭവിക്കാനുണ്ടാവുള്ളൂ. ആ വീടിനെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. വഅദ്ദഹല്ലാഹു ലിമൻ അൽഹദ ഫീ കുതുബിഹി വറുസുലിഹി വആയാതി, അല്ലാഹു സുബ്ഹാനഹു തആല ആ ഒരു വീടിനെ തയ്യാറാക്കിയിട്ടുള്ളത് അവൻ്റെ കിതാബിനെയും അവൻ്റെ മുർസലീങ്ങളെയും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെയും ഒക്കെ അതിനൊന്നും ഗൗനിക്കാതെ അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു പോയ ആളുകൾക്ക് വേണ്ടിയാണ്. അങ്ങനെ എന്തായാലും ഉണ്ടാവണമല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചില്ലേ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അവർ ചെറിയ രൂപത്തിൽ വ്യതിചലിക്കുന്ന സമയത്ത് തന്നെ ദുനിയാവിൽ അവർക്ക് വലിയ പ്രയാസങ്ങൾക്ക് നീങ്ങും. ആ പ്രയാസങ്ങൾ എന്തിനാണ്? അവരെ വീണ്ടും നേരെ വഴിയിലേക്ക് തന്നെ കൊണ്ടുവരാനാണ്. എന്നാൽ അള്ളാഹു ഒഴിവാക്കി വിട്ടവർക്ക് അള്ളാഹു ഒരു പ്രയാസവും ചിലപ്പോൾ കൊടുക്കൂല. എന്തിനാണ്? പരലോകത്ത് അള്ളാഹു ഏറ്റവും വലിയ പ്രയാസം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദുനിയാവിൽ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർക്ക് ബുദ്ധിമുട്ടുകൾ നൽകുന്നുണ്ടെങ്കിൽ, അവർക്ക് പരീക്ഷണങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ, അവരെ നേരായ വഴി നിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് വിഷമങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ എതിർക്കുന്ന, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾക്ക് പിന്തിരിഞ്ഞു നിൽക്കുന്ന, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെയും വിമർശിക്കുന്ന, അവരോട് ധിക്കാരം കാണിക്കുന്ന ആളുകൾ അള്ളാഹു ശിക്ഷിക്കാതിരിക്കും തോന്നുന്നുണ്ടോ? അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു വേദന കൊടുക്കുന്നില്ലേ? അവർക്ക് അള്ളാഹു ഈ മുഹറം 9-10 ബഹുമാനപ്പെട്ട സയ്യിദിന ഹുസൈൻ റളിയല്ലാഹു തങ്ങളൊക്കെ ആണ്ട് ദിവസമാണ്. സയ്യിദിന ഹുസൈൻ റളിയല്ലാഹു കർബനയിൽ ഷഹീദായത്, മാനവകളുടെ പേരക്കുട്ടികൾ മക്കളൊക്കെ അവിടെ വഫാത്തായത്. അള്ളാഹു ഈ ദുനിയാവിൽ ആ കാലഘട്ടത്തിലെ കുത്തുബായിരുന്നല്ലോ മഹാനവറുകൾ. എന്നിട്ട് പോലും ദുനിയാവിൽ അള്ളാഹു ബാഹ്യമായ കണ്ണുകൾക്ക് എത്ര പ്രയാസം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അവിടെ അവർക്ക് കൊടുത്തത്. അതുപോലെ തന്നെ എത്ര നബിമാർക്ക് എത്ര പ്രയാസകരമായ അനുഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിലെ തടങ്കലിട്ടില്ല എത്രയോ വർഷങ്ങളോളം. എത്ര പ്രയാസകരമായ തടങ്കലായിരുന്നത്. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് വേദന ഉള്ള വലിയ തീവ്രമായ അസുഖം കൊടുത്തില്ലേ? എത്ര വേദനയുള്ള അവസ്ഥയായിരുന്നു അത്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഒരു മത്സ്യത്തിൻ്റെ ഉള്ളിലായി, വേറെ മത്സ്യത്തിൻ്റെ ഉള്ളിലായി വെച്ചില്ലേ? അങ്ങനെ എന്തൊക്കെ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടദാസന്മാരായ ആളുകൾക്ക് അള്ളാഹു ദുനിയാവിലുള്ള വേദനകൾ കൊടുത്തല്ലോ, അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി, അവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിനെ എതിർത്ത, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾക്ക് പിന്തിരിഞ്ഞു നിന്ന
അള്ളാഹുവിനോട് ശത്രുത കാണിച്ച അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെയും വിമർശിച്ച അവരെ ചീത്ത പറഞ്ഞ ആളുകൾക്ക് അള്ളാഹു പരലോകത്ത് ശിക്ഷ കൊടുക്കില്ല എന്നാണോ അങ്ങ് തോന്നുന്നത്? അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ ഇതൊക്കെ അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ എതിർക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. വൻ കാന ഫിഹ, അതിൽ അടങ്ങിയിട്ടുള്ള ആളുകൾക്കൊക്കെ അലൈഹി ദവാമൽ അസഫ്, സ്ഥിരമായ ദുഃഖം അവരെ പിടികൂടും. വൽ ഹുസ്നി വൻ നദം മിൻ ഹൈസു ലാ യൻഫഉഹു, അവർക്ക് ഒരുപാട് ദുഃഖവും ഖേദമൊക്കെ ഉണ്ടാവും. പക്ഷേ അവരുടെ ഖേദവും ദുഃഖവും ഒന്നും അവർക്ക് ഒരു ഉപകാരവും ചെയ്യൂല ആ സമയത്ത്. അതുപോലെ തന്നെ തദക്കറുക അയ്ദൻ ലിമാ ഫീഹിൽ ജിനാൻ, എപ്പോഴും ഒരു മുഅ്മിന് പേടിയുടെയും പ്രതീക്ഷയുടെയും ഇടയിലായിരിക്കണം. എപ്പോഴും അവനങ്ങനെ പേടിപ്പിക്കുന്നത് മാത്രമല്ല ഉണ്ടാവുന്നുണ്ട്, അവൻ പ്രതീക്ഷയുണ്ടാവണം. അപ്പോൾ അവന് നരകത്തെക്കുറിച്ച് പേടിക്കണം, അതുപോലെ തന്നെ സ്വർഗത്തിനെക്കുറിച്ച് പ്രതീക്ഷിക്കുകയും വേണം. തദക്കറുക അയ്ദൻ ലിമാ ഫിൽ ജിനാൻ, സ്വർഗത്തിലുള്ള കാര്യങ്ങളും അവൻ ഓർക്കണം. വഹിയദാറു ഇസ്സിൻ വ കറാമത്തിൻ വ അമാനിൻ വ സലാമത്തിൻ, കാരണം ആ ഒരു വീട് അത് ഇസ്സത്തിൻ്റെ, അഭിമാനത്തിൻ്റെ വീടാണ്. വ കറാമത്തിൻ, ബഹുമാനത്തിൻ്റെ വീടാണ്, ബഹുമാനിക്കപ്പെടുന്ന വീടാണ്. വ അമാനിൻ, സുരക്ഷ നൽകുന്ന വീടാണ്. സലാമത്തിൻ, സമാധാനം നൽകുന്ന വീടാണ്. ഹയ്യഅഹല്ലാഹു ലിൽ ഔലിയാഇഹി, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് വേണ്ടിയാണ് അള്ളാഹു അത് തയ്യാർ ചെയ്തിട്ടുള്ളത്. വഅക്രമഹും ഫിഹാ ബിന്നദരി ഇലൈഹി, അള്ളാഹു ആ ഒരു വീട്ടിൽ അള്ളാഹുവിലേക്കുള്ള കാഴ്ചനെ കൊണ്ട് അതിനെ ബഹുമാനിച്ചിട്ടുണ്ട്. അവിടെ അള്ളാഹുവിനെ കാണാൻ സാധിക്കും, സാക്ഷ്യം വഹിക്കാൻ സാധിക്കും. റിദ്വാനുൽ അബദിയ്യ, സ്ഥിരമായ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി കഴിയാനും സാധിക്കും. ഫിഹാ, അതിലുണ്ട് ഐദാറുൽ മദ്കൂറ, ഈ സുന്ദരമായ വീട്ടിൽ, ഈ മഹോന്നതമായ വീട്ടിൽ, അതായത് സ്വർഗത്തിലുണ്ട്. മിൻ ഹിസാനിൽ ഹൂർ, സുന്ദരികളായ ഹൂറികളുണ്ട്. വായിറദാലിക്ക്, അതുപോലെ മറ്റൊരുപാട് സ്വർഗീയ അനുഭൂതികൾ അവിടെ ഉണ്ട്. മിമ്മ ലാ ഐനുൻ റഅതുഹു, അത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും. വലാ ഉദ്നും സമയത്തുഹു, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തതും. വലാ ഹത്ര അലാ ഖൽബിൻ ബശരിൻ ഖത്തു, ഒരു കൽബിലോ ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര കാര്യങ്ങൾ അള്ളാഹു അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. വഫീഹ, അതുപോലെ തന്നെ അതിലുണ്ട് മഹൽ ഹൂരി കസ്റത്തുൽ ജവാരി, ഹൂറികളോട് കൂടെ ഒരുപാട് പരിചാരകരായ ആളുകളുണ്ട്. അൽമാൻ, കുറേ കുട്ടികൾ പോലെ തോന്നുന്ന ആളുകൾ. വഹുമ ഹൽഖുൻ ആഹറു ഐറു ആദമീൻ, അവർ മനുഷ്യന്മാരല്ലാത്ത വേറൊരു സൃഷ്ടികളാണ്. ജഅലഹുല്ലാഹു ലിഹിദ്മത്തി റിജാലി വന്നിസാഇ മിൻ അഹ്ലിൽ ജന്ന, അള്ളാഹു അവരെ പടച്ചത് ആണുങ്ങളും പെണ്ണുങ്ങളും ആയിട്ടുള്ള സ്വർഗത്തിലുള്ള ആളുകൾക്ക് ഹിദ്മത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അന്നഹും ഫിൽ ജമാലി ലുഉലുഉൻ മൻസൂർ, ആ സൗന്ദര്യത്തിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ വിതറിയ രത്നങ്ങളെപ്പോലെ, മുത്തുകളെപ്പോലെ ആയിരിക്കും. മഅൽ ലിസാൻ ഐ ജമാൽ വ കമാൽ അദ്ദൗർ ജംഉദാർ, അതുപോലെ തന്നെ അവിടെ നിങ്ങൾ ഓർക്കണം, അവിടെ സുന്ദരമായ വീടുകളുണ്ട് എന്നുള്ള കാര്യം. വഹിയ മാലഹു അഹ്തബത്തുൻ മിനൽ ബിനാ, ഈ ദാറെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു കവാടമുള്ള ഒരു താമസിക്കുന്ന സ്ഥലത്തിനാണ് ദാറ്, വീട് എന്ന് പറയാം. മുറസ്സഅതു അദ്ദഹബി വൽ ഫിദ്ദത്തി വദുർരി വൽ യാഖൂത്ത് വൽ ലുഅ്ലുഅ വൽ ദബ്റജ, അത് ആ വീട്ടിൽ പതിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മുത്തുകളും പവ്യങ്ങളും യാക്കൂത്തും മർജാനും ഒക്കെ പതിപ്പിക്കപ്പെട്ട വീടായിരിക്കും അത്. ആ വീട്ടിൽ മുഴുവൻ ഇങ്ങനത്തെ വൈരക്കല്ലുകൾ കൊണ്ട് പതിപ്പിക്കപ്പെട്ടതായിരിക്കും. വായിറദാലിക മിൻ അൻവാഹിൽ ജവാഹിർ, അതുപോലുള്ള മറ്റ് രത്നങ്ങൾ കൊണ്ടും പതിപ്പിക്കപ്പെട്ട വീടായിരിക്കും. മുശയ്യദത്തൽ ഖുസൂർ, അതുപോലെ ഉയർത്തി പണിയപ്പെട്ട കൊട്ടാരങ്ങളുണ്ടാവും അവിടെ. മഅമൂറത്തുൻ ബിൽ ഹൂർ, അവിടെ ആ കൊട്ടാരങ്ങൾ ധാരാളം ഹൂറികളെ കൊണ്ട് അള്ളാഹു നിറച്ചിട്ടുണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാളെ സ്വർഗത്തിലും അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നരകത്തെക്കുറിച്ചും അതിൻ്റെ ശിക്ഷകളെക്കുറിച്ചും ഓർക്കണം. സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ഓർക്കണം.
ഇനി ഹവാത്തി ദഹബ് അല റൂഹുൽ അദബ് എന്നുള്ള ഷറഹിൽ ഷെയ്ഖ് മുഹമ്മദ് യഹിയ റളിയല്ലാഹു തങ്ങൾ പറഞ്ഞ വിശദീകരണം, തദക്കറുൽ മീദാനി നഷരി സുഹുഫി മാഫിൽ ജഹീമി മിൻ ദവാമിൽ അസഫി. അതിന് മഹാനവകൾ വിശദീകരണം നൽകുന്നത് അതിലുള്ള സ്വർഗത്തിലെയും നരകത്തിലും സ്വർഗത്തിലൊക്കെ എന്തൊക്കെയുള്ളതെന്നുള്ള വിശദീകരണം. അപ്പോൾ ഞാൻ മലയാളം വായിക്കാം. ഇഹ്യാ ഉലൂമുദ്ദീനിൽ അതിൻ്റെ രചയിതാവ് പറയുന്നുണ്ട്, കർമ്മങ്ങൾ തൂക്കുന്ന തുലാസിനെ കുറിച്ചും വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും കർമ്മരേഖകൾ പറന്നെത്തുന്നതിനെക്കുറിച്ചും ചിന്തിക്കുന്നതിൽ നിന്ന് നിങ്ങൾ അശ്രദ്ധരാകരുത്. കാരണം വിചാരണയ്ക്ക് ശേഷം മനുഷ്യൻ 3 വിഭാഗങ്ങളായി തിരിയുന്നതാണ്. ഒരു നന്മ പോലും ഇല്ലാത്തവരാണ് അതിലൊരു വിഭാഗം. അപ്പോൾ നരകത്തിൽ നിന്ന് കറുത്ത നിറത്തിലുള്ള ഒരു കഴുത്ത് പുറത്തു വരികയും പക്ഷികൾ ധാന്യമണികൾ കൊത്തിയെടുക്കുന്നത് പോലെ അത് അവരെ കൊത്തിയെടുക്കുകയും ചെയ്യും. പിന്നീട് അത് അവരെ ചുറ്റി പൊതിഞ്ഞ് നരകത്തിലേക്ക് വലിച്ചെറിയും. നരകാഗ്നി അവരെ വീങ്ങുകയും ചെയ്യും. തുടർന്ന് അവർക്ക് ഇനി ഒരിക്കലും സന്തോഷമില്ലാത്ത ശാശ്വതമായ ദൗർഭാഗ്യമാണെന്ന് അവരെക്കുറിച്ച് വിളിച്ചു പറയപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരു വിഭാഗം അങ്ങനെയാണ്, അവർക്കൊരു നന്മയുണ്ടാവില്ല. ആ വിഭാഗത്തെ നരകത്തിൽ നിന്ന് ഒരു 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 കറുത്ത സാധനം വന്നിട്ട് എടുത്തു കൊണ്ടുപോകും, നരകത്തിലേക്ക് വലിച്ചെറിയും. രണ്ടാമത്തെ, യാതൊരു തിന്മയും ഇല്ലാത്തവരാണ് രണ്ടാമത്തെ വിഭാഗം. അവരൊരു വിളിയാളൻ ഇപ്രകാരം വിളിച്ചു പറയും. അപ്പോൾ ഒരു വിളിയാളിന് ഇപ്രകാരം വിളിച്ചു പറയും, എല്ലാ അവസ്ഥകളിലും അള്ളാഹുവിനെ സ്തുതിച്ചവർ എഴുന്നേറ്റ് നിൽക്കട്ടെ. അപ്പോൾ ഒരു തെറ്റില്ലാത്തവർ എന്ന് പറഞ്ഞാൽ എല്ലാ അവസ്ഥയിലും അള്ളാഹിനെ സ്തുതിച്ചവരാണെന്നർത്ഥം. അങ്ങനെ അവർ സ്വർഗത്തിലേക്ക് എഴുന്നേറ്റ് പോകും. എല്ലാ അവസ്ഥയിലായി അള്ളാഹുവിനെ സ്തുതിച്ച് ദുഃഖത്തിലും സന്തോഷത്തിലൊക്കെ അള്ളാഹുവിനെ സ്തുതിച്ചവർ, അള്ളാഹിനെ പറ്റി കംപ്ലൈൻറ്റ് പറയാത്തവർ, എല്ലാത്തിലും അള്ളാഹിനെ തൃപ്തിപ്പെട്ടവർ, അവർക്ക് നേരെ സ്വർഗത്തിലേക്ക് പ്രവേശനം അള്ളാഹു കൊടുക്കും. അങ്ങനെ അവർ നേരെ സ്വർഗത്തിലേക്ക് പോകും. പിന്നെ രാത്രി നിസ്കാരം നിർവഹിച്ചവരോടും ഇപ്രകാരം തന്നെ പറയപ്പെടും. ഇനിയിപ്പോൾ തെറ്റുകൾ കുറച്ചുണ്ടെങ്കിലും തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയ ആൾ രാത്രി നിസ്കരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോടും നേരെ സ്വർഗത്ത് പോയിക്കോളി എന്ന് പറയും. ശേഷം ഭൗതിക ലോകത്തെ കച്ചവടങ്ങളോ കൊടുക്കൽ വാങ്ങലുകളോ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും ഏതൊരു കൂട്ടരെ അശ്രദ്ധരാക്കിയില്ലയോ അവരോടും ഇങ്ങനെ തന്നെ ചെയ്യും. അതായത് ഇവിടെ സൂചിപ്പിക്കുന്നത് ആരിഫീങ്ങളാണ്. അവരെന്ത് പ്രവർത്തനങ്ങൾ ചെയ്താലും, ദുനിയാവിൽ എന്ത് കാര്യങ്ങൾ മൊഴികിയാലും, കച്ചവടങ്ങൾ മൊഴികിയാലും, വിവാഹത്തിൽ മൊഴികിയാലും, കുടുംബത്തിൽ മൊഴികിയാലും, ഉറങ്ങുകയാണെങ്കിലും എഴുന്നേൽക്കുകയാണെങ്കിലും ഇതൊന്നും അവർ അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധരാക്കിയിട്ടില്ല, അള്ളാഹിൻ്റെ ദിക്റിനെ തൊട്ട് അശ്രദ്ധരാക്കിയിട്ടില്ല, ഇബാദത്തിനെ തൊട്ട് അശ്രദ്ധരാക്കിയിട്ടില്ല. അവർ ഇൽമിലും ഇബാദത്തിലും ഹിദ്മത്തിലും ഒക്കെ പരിശ്രമിക്കുന്നതെന്ന് അവർ ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല. ഈ കാരണങ്ങൾ കൊണ്ടൊന്നും ഞാൻ കല്യാണം കഴിച്ച കുട്ടികളെ അതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യണില്ല എന്ന് പറയുന്നില്ല. ജോലിയുണ്ട് അതുകൊണ്ട് ഇതൊന്നും ഞാൻ ചെയ്യൂല എന്ന് പറയുന്നില്ല. അവരിതൊക്കെ അവരുടെ ജോലിയോ മക്കളോ തിരക്കോ ഒന്നും അള്ളാഹിൻ്റെ ദിക്റിനെ തൊട്ട് അവർ തടയുന്നില്ല. അങ്ങനത്തെ ഒരു വിഭാഗമാണ്. അവരോട് നേരെ സ്വർഗത്തിലേക്ക് കടക്കാൻ പറയും. തുടർന്ന് അവരിൽ നിന്ന് ഇനി ഒരിക്കലും ദുഃഖമില്ലാത്ത ശാശ്വതമായ അവർക്ക് ഇനി ഒരിക്കലും ദുഃഖമില്ലാത്ത ശാശ്വതമായ സൗഭാഗ്യമാണെന്ന് അവരെക്കുറിച്ച് വിളിച്ചു പറയപ്പെടും. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ടാവും. അവരാണ് കൂട്ടത്തിൽ കൂടുതലും. നന്മയും തിന്മയും ഇടകലർത്തി ചെയ്തവരാണവർ. തങ്ങളുടെ നന്മകളാണോ അതോ തിന്മകളാണോ മുൻപന്തിയിൽ എന്ന് അവർക്ക് തന്നെ അറിയുകയില്ല. എന്നാൽ അള്ളാഹുവിന് അതൊട്ടും അറിയാത്തതുമല്ല. എങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുമ്പോഴുള്ള അവൻ്റെ ഔദാര്യവും ശിക്ഷിക്കുമ്പോഴുള്ള അവൻ്റെ നീതിയും അവർക്ക് വ്യക്തമാക്കി കൊടുക്കുവാനായി അള്ളാഹു അത് അവരെ അറിയിക്കാതിരിക്കുകയില്ല. അപ്പോൾ എന്തിനാ ഹിസാബ് നടത്തുന്നത്? എന്തിനാ ഈ തുലാസിലിട്ട് നോക്കുന്നത്? അള്ളാഹുവിന് എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാണെന്നുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തതാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അത് നീതിപൂർവമാണ് ശിക്ഷിച്ചതെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നതുകൊണ്ടാണ്, അല്ലാതെ അള്ളാഹ്ക്ക് അറിയാത്തതുകൊണ്ടല്ല. അങ്ങനെ നന്മകളും തിന്മകളും രേഖപ്പെടുത്തപ്പെട്ട കർമ്മപുസ്തകങ്ങളും ഏടുകളും പറന്നെത്തും. കർമ്മങ്ങൾ തൂക്കാനുള്ള തുലാസ് സ്ഥാപിക്കപ്പെടും. അപ്പോൾ ആ രേഖകൾ വന്നു പതിക്കുന്നത് വലതു കൈയിലാണോ അതോ ഇടത് കൈയിലാണോ എന്നറിയാൻ മനുഷ്യരുടെ കണ്ണുകൾ അതിലേക്ക് ഉറ്റുനോക്കും. പിന്നീട് തുലാസിൻ്റെ സൂചിയിലേക്കായിരിക്കും അവരുടെ നോട്ടം. അത് തിന്മകളുടെ ഭാഗത്തേക്കാണോ അതോ നന്മകളുടെ ഭാഗത്തേക്കാണോ ചായുക എന്നറിയാൻ വേണ്ടി. സൃഷ്ടികളുടെ സമനില തെറ്റിപ്പോകുന്ന അതിഭയാനകമായ ഒരവസ്ഥയായിരിക്കും അത്.
ഇതിങ്ങനെ ആലോചിച്ചിട്ട് ടെൻഷൻ വന്നിട്ട് നമ്മൾ സമനില വരെ തെറ്റിപ്പോകുന്നൊരവസ്ഥ. നാളെ നമ്മൾ ദുനിയാവിൽ ചെറിയൊരു കാര്യം ഉണ്ടായാൽ തന്നെ, ചെറിയ ടെൻഷൻ വന്നാൽ തന്നെ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അതേസമയം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിലാണ്, ഒരു ടെസ്റ്റിന് കൊടുത്തു, ഒരു രക്തം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ തന്നെ നമുക്ക് എത്ര ടെൻഷനായിരിക്കും. എന്നാൽ പരലോകത്ത് നമ്മളിങ്ങനെ നമ്മൾ തുലാസ് ഇങ്ങനെ കാത്തിക്കുമ്പോൾ, തുലാസിൽ തൂക്കപ്പെടുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നറിയാൻ അത് ഭയങ്കര ടെൻഷനുള്ള പരിപാടിയാണ്. ആ ടെൻഷൻ കാരണം ബുദ്ധി വരെ പോവും, ഭ്രാന്തായി പോവും. പിന്നെ മാഫിൽ ജഹീമിൻ ദവാമിൽ അസഫി എന്ന് പറയുന്ന ഭാഗത്തിന് വിശദീകരിക്കാം. നരകത്തിൻ്റെ വിശേഷണങ്ങളെ വിവരിച്ചുകൊണ്ട് ഇഹ്യാഉലുദ്ദീൻ അതിൻ്റെ രചയിതാവ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ പ്രകാരമാണ്: അവസാനിക്കാനും ഇല്ലാതാകാനും പോകുന്ന ഈ ഭൂമി ലോകത്തെ തിരക്കുകൾപ്പെട്ട് വഞ്ചിതനായി തന്നെത്താൻ അള്ളാഹുവിൽ നിന്ന് അശ്രദ്ധനായ മനുഷ്യ. അപ്പം നമ്മളിങ്ങനെ എപ്പോഴും അള്ളാഹുവിനെ തൊട്ടും അള്ളാഹിൻ്റെ വഴിനെ തൊട്ടും ദീനിനെ തൊട്ടും ഒക്കെ അശ്രദ്ധരാകുമ്പോൾ നമ്മൾ പറയുന്ന കാരണങ്ങൾ എന്താ? ദുനിയാവിൽ ഭയങ്കര തിരക്കാണ്. തിരക്കുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ തിരക്ക് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാവുന്നത് എന്തിൻ്റെ വിഷയത്തിലാണ്? തിരക്ക് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാവുന്നത് ആഖിറത്തിൻ്റെ വിഷയത്തിലാണ്, അള്ളാഹിൻ്റെ വിഷയത്തിലാണ്. ശരിക്കും നേരെ ഓപ്പോസിറ്റല്ലേ വരേണ്ടത്. നമ്മൾ അള്ളാഹുവിൻ്റെയും പരലോകത്തിൻ്റെയും വിഷയത്തിൽ ഇടപെട്ടിട്ട് അതിൽ തിരക്ക് പിടിച്ചിട്ടാവണമല്ലോ നമ്മൾ മറ്റതൊക്കെ ഒഴിവാക്കേണ്ടത്. ഞാൻ ഇബാദത്തിൻ്റെയും ഹിദ്മത്തിൻ്റെയും അറിവ് പഠിക്കുന്നതിൻ്റെയും അതിലായി ജീവിക്കുന്നതിൻ്റെയൊക്കെ തിരക്കിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ, ദുനിയാവിൻ്റെ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയി എന്ന് പറയുന്നതാണല്ലോ ബുദ്ധിയിൽ കൂടുതൽ യോജിക്കാം. നമ്മളങ്ങനെയല്ലല്ലോ പറയുന്നത്. ദുനിയാവിൽ മുഴുകിയത് കൊണ്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ തിരക്കുകൾ ആരുണ്ടാക്കിയ? നമ്മൾ തന്നെ ഉണ്ടാക്കിയ. നമ്മൾ പറയുമല്ലോ, പഠിക്കാൻ പോകുമ്പോൾ പഠനത്തിൻ്റെ തിരക്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ പഠനത്തിന് പോകാനാരാ തീരുമാനിച്ചത്? അത് നമ്മൾ തന്നെ. എന്തിനാണ് പോകുന്നത്? പൈസ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ. ഇത്ര മതിയാവില്ല, കുറച്ചും കൂടി പൈസ വേണം, കുറച്ചും കൂടി നല്ല ജോലി, കുറച്ചും കൂടി അങ്ങനെ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് നമ്മൾ പറയും അതുകൊണ്ട് എനിക്കിതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ദിക്റെല്ലാം പറ്റുന്നില്ല, ജോലിയിൽ പോയതുകൊണ്ട് നമുക്ക് ദിക്റെല്ലാം പറ്റുന്നില്ല, എനിക്കൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു, എനിക്കത് വലിയ കുഴപ്പമുണ്ടാവില്ല അള്ളാൻ്റെ അടുക്കൽ. കാരണം ഞാൻ ജോലി കാരണമാണല്ലോ അതൊന്നും ചെയ്യാത്തത്. ജോലിക്കാരാ പോകാൻ പറഞ്ഞത്? അള്ളാഹു പറഞ്ഞോ? ഇല്ലല്ലോ. നമ്മൾ കുറച്ച് പൈസയും കൊടുത്ത് കൂടുതൽ കിട്ടണം, അങ്ങനെ കിട്ടണം എന്ന് വിചാരിച്ച് നമ്മൾ പോയി. അതുകൊണ്ട് നമുക്ക് തിരക്കായി, നമുക്കൊന്നും ചെയ്യാൻ പറ്റാതായി. ദുനിയാവിൻ്റെ ജീവിതം വളരെ കുറച്ചാണ് നമ്മൾ മനസ്സിലാക്കിയാൽ. ഇവിടെ കുറച്ച് ദിവസമേ ഉള്ളൂ, അത് കഴിഞ്ഞ് പോവും. ഇവിടെ ഇനി കുറച്ച് സങ്കടമായാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് പ്രയാസം അനുഭവിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല. ശാശ്വതമായ ജീവിതം പരലോക ജീവിതമല്ലേ. നമ്മൾ ഉറങ്ങി നീറ്റാൽ അടുത്ത ദിവസം പരലോകത്തെ ജീവിതമാണെന്ന് മനസ്സിലായാൽ നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുമോ? അങ്ങനെ എത്ര ആളുകളുടെ ദിവസം അങ്ങനെ ആയിട്ടുണ്ട്. നമ്മളെ കൂടെ ഉള്ളവർ തന്നെ, നമ്മളെ കൂടെയുള്ള ആളുകൾ ഇന്നും ഇന്നലെയും ആയിട്ട് ദർസ് കേട്ട് ഇന്നും ഇന്നലെയായിട്ട് ദിക്റൊക്കെ ചൊല്ലി നാളെ പ്രതീക്ഷിച്ച് കിടന്നുറങ്ങിയവർ അടുത്ത ദിവസം പുലർന്നിട്ടില്ലല്ലോ. എത്ര പേര് അടുത്ത ദിവസത്തേക്ക് കാലെടുത്ത് വെച്ചത് പരലോകത്തേക്കാണ്, ബർസഹിയായ ജീവിതത്തേക്കാണ് അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മൾ കാലാകാലം ഇങ്ങനെ നമ്മളെ ദിവസങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നും കഴിഞ്ഞ് പോവും. നമ്മളിലേക്കൊന്നും ആ സാധനമൊന്നും വരില്ല, ആ ഒരു അന്ത്യമൊന്നും നമുക്കുണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഈ കാലാകാലം ജീവിക്കാൻ എന്ന പോലെയാണ് നമ്മൾ ദുനിയാവിൽ ജീവിക്കുന്നത്. ദുനിയാവിൻ്റെ തിരക്കുകളൊന്നും നമ്മൾ ഒരിക്കലും ഒഴിവാക്കുന്നില്ല. അള്ളാഹുവിന് വേണ്ടിയിട്ടോ ആഖിറത്തിന് വേണ്ടിയിട്ടോ. അപ്പോൾ ആഖിറത്തിനും അള്ളാഹുക്കും വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ ദുനിയാവിന് വേണ്ടി ദുനിയാവിൻ്റെ കാരണം പറഞ്ഞ് ഒഴിവാക്കുന്നത്. അതുകൊണ്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു തങ്ങൾ പറയുന്നത്, അവസാനിക്കാനും ഇല്ലാതാവാനും പോകുന്ന ഈ ഭൗതിക ലോകത്തിൻ്റെ തിരക്കിൽ പെട്ട് വഞ്ചിതനായി തന്നെത്താൻ അള്ളാഹുവിൽ നിന്ന് അശ്രദ്ധനായ മനുഷ്യ, നീ വെട്ടിപ്പൊരിയാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ മാറ്റിവെക്കുക. അതായത് ദുനിയാവിനെക്കുറിച്ചുള്ള ചിന്തകൾ മാറ്റിവെക്കുക. ദുനിയാവിലിപ്പോൾ എന്താ നമ്മൾ പറയുന്ന ടെൻഷൻ, എൻ്റെ വീട്, എൻ്റെ കുട്ടികൾ, എൻ്റെ ജോലി, എൻ്റെ കടം, എൻ്റെ മക്കളെ കല്യാണം, എൻ്റെ അസുഖം, ഇതൊക്കെ കുറച്ച് ദിവസത്തെ പരിപാടിയല്ലല്ലോ. ഇതൊന്നും മാറിയിട്ടില്ല എന്ന് തന്നെ കരുതുക. നമ്മൾ ജീവിതത്തിൽ വീട് വെച്ചിട്ടില്ല. നമ്മളിപ്പോഴും വാടക വീട്ടിലാണ് ജീവിക്കുന്നത്. വാടക വീട്ടിൽ തന്നെ ആയിട്ട് മരിക്കുന്നു കരുതുക. എന്താ കുഴപ്പം? നമ്മൾ ഈ ജീവിതം കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. നമുക്കൊരു അസുഖം ഉണ്ട്, അത് മാറിയില്ല, ആ അസുഖത്തിലായി തന്നെ നമ്മൾ മരിച്ചത്. എന്താ കുഴപ്പം? നമ്മൾ കല്യാണം കഴിച്ചില്ല, കല്യാണം കഴിക്കാതെ നമ്മൾ മരിച്ചത്. എന്താ കുഴപ്പം?
നമുക്ക് മക്കളുണ്ടായി, മക്കൾ നന്നാവാതെയാണ് നമ്മൾ മരിക്കുന്നത്. എന്താ കുഴപ്പം? ഇതൊന്നും നമ്മൾ ഉത്തരവാദിത്തങ്ങളല്ലേ അള്ളാഹു നമ്മൾ ചോദിക്കുള്ളൂ. നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും ശരിയാക്കാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ ഭാര്യമാരെ അവർ മോശപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ഭർത്താവ് അവർ മോശപ്പെട്ടവരാണ്, അവർ നന്നാവുന്നില്ല, ടെൻഷൻ. എന്താപ്പോൾ അവർ നന്നാവട്ടെ, നന്നാവാതിരിക്കുന്ന അതൊക്കെ നമ്മളോട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ ആഹ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ചെയ്യേണ്ടതുള്ളൂ. അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നല്ലാതെ. ഇതൊക്കെ വിട്ടുപിരിയാൻ പോകുന്ന ഒന്നല്ലേ, ഇതൊക്കെ നഷ്ടപ്പെടാൻ പോകുന്ന ഒന്നല്ലേ. ഇതിനെ പറ്റിയിട്ടാണോ നമ്മൾ ചിന്തിച്ച് കുറേ സമയം കളയുന്നത്? ഈ ചിന്തകൾ നമ്മൾ മാറ്റി വെക്കുക. പകരം നീ എത്തേണ്ട നിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീ ചിന്തകളെ തിരിച്ചു വെക്കുക. നീ എവിടേക്കാണ് പോകേണ്ടത്? നിനക്ക് ഖബറിലേക്കും പരലോകത്തേക്കും അള്ളാഹിനെ കണ്ടുമുട്ടുന്നതിലേക്കും ഒക്കെയാണ് നീ പോകേണ്ടത്. അവിടെ വിചാരണയും സ്വർഗവും നരകവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതിനെ നമ്മൾ ചിന്തിക്കാം. കാരണം എല്ലാവരും എത്തിച്ചേരേണ്ടത് നരകത്തിലാണെന്ന് നിന്നെ അറിയിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം എല്ലാവരും നരകത്തിൽ എത്തിച്ചേരും. അവിടെ തഖ്വ ചെയ്യുന്നവർക്ക് അള്ളാഹു രക്ഷ കൊടുക്കുന്ന അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്താ? വൈമിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ സുമ്മ നുനജ്ജിൽ ലദീന തഖൂ വനദറ അദ്ദാലിമീന ഫീഹാ ജസിയ. സുമ്മൻ തുനജ്ജിൽ ലദീന തഖൂ, നരകത്തിലെല്ലാവരും കാണിക്കപ്പെടും, പക്ഷേ തഖ്വ ചെയ്യുന്നവർ മാത്രം രക്ഷപ്പെടും എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആരും തന്നെ അതിനടുത്ത് വരാതിരിക്കൂല. അത് നിങ്ങളുടെ നാഥൻ്റെ ഗണ്ഡിതമായ തീരുമാനം അതിൻ്റെ അടുത്തേക്ക് വരും എന്നുള്ളത്. പിന്നീട് തഖ്വ ചെയ്തവരെ നാം രക്ഷപ്പെടുത്തും. അക്രമികൾ അവിടെ അവരായി നാം വിട്ടേക്കുകയും ചെയ്യും. അവരിങ്ങനെ കേണപേക്ഷിച്ച് ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നീ അവിടെ എത്തിച്ചേരുമെന്ന കാരണത്തിൽ പൂർണ്ണ ഉറപ്പുള്ളവനാണ്. അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാം, പരിശുദ്ധമായ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സംശയമില്ല. പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്നുള്ള വിഷയത്തിൽ സംശയമില്ല. എത്ര വലിയ ദൃഷ്ടാന്തമാണ് അള്ളാഹു മുമ്പിൽ കാണിച്ചു തന്നത്. ഇനി അതിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാന്നുള്ളത് നമുക്ക് സംശയം ഉണ്ടാകാൻ പാടുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. ആ ശാശ്വതമായ വീട് നമ്മളെ മുമ്പിൽ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നരകത്തിൽ നമ്മൾ എത്തിച്ചേരും എന്നുള്ളതൊക്കെ എല്ലാവർക്കും ഉറപ്പുള്ളതാണ്. എന്നാൽ അവിടെ നിന്ന് രക്ഷപ്പെടലിൻ്റെ കാര്യത്തിലേ സംശയമുള്ളൂ. ആര് രക്ഷപ്പെടുന്നു? എല്ലാവരും അവിടെ കൊണ്ട് നിർത്തപ്പെടും. ആര് രക്ഷപ്പെടും എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ. മുത്തക്കീങ്ങൾ രക്ഷപ്പെടും. നമ്മളാ മുത്തക്കീങ്ങൾ പെട്ടിട്ടുണ്ടോ? ആരെങ്കിലും നമുക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ടോ? ശേഷം വരുന്ന ഒരു ഹദീസ് ഉണ്ടാവും. ആ ഹദീസ് വായിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. പക്ഷെ അത് ആ സമയത്ത് വിശദീകരിക്കാം. അതിനാൽ ആ ലക്ഷ്യസ്ഥാനത്തിൻ്റെ ഭീകരത നിൻ്റെ ഹൃദയത്തിൽ നീ അനുഭവിച്ചറിയുക. എങ്കിൽ ഒരു പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് തയ്യാറെടുക്കാൻ കഴിഞ്ഞേക്കാം. നമുക്ക് ഈ ഭീകരത അനുഭവിക്കും. നമ്മൾ മനുഷ്യപ്രകൃതം എപ്പോഴും ഒരു മഹബത്തിനെ കേന്ദ്രീകരിച്ച് മാത്രമുള്ള യാത്രയല്ല. എന്നാൽ ഈ പേടിപ്പെടുത്തലും അതുപോലെ തന്നെ പേടിയും സുഖവും അതിലുള്ള പ്രതീക്ഷയും ഒക്കെ തന്നെ ഈ സ്നേഹത്തിൻ്റെ ഭാഗവുമാണ്. ഇപ്പം നമ്മൾ വാപ്പനെ നമ്മൾ പേടിക്കും, വാപ്പ അടിക്കുന്നു പേടിക്കും. അതിനർത്ഥം വാപ്പ നമ്മളെക്കാൾ ശക്തനാവണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. വാപ്പൻ്റെ അടി നമ്മൾ പേടിക്കുന്നത് നമ്മൾക്ക് സ്നേഹമുള്ളതുകൊണ്ട്. അപ്പോൾ സ്നേഹം ഉണ്ടായാലും നമുക്ക് വാപ്പൻ്റെ അടി പ്രതീക്ഷിക്കും. ഭർത്താവ് നമ്മളെ ചീത്ത പറയുമെന്ന് പേടിക്കും. എന്താണ്? ഏതെങ്കിലും ആൾ ചീത്ത പറഞ്ഞാൽ നമുക്കെന്താ? നമ്മൾ ഭർത്താവ് ആയതുകൊണ്ട്, നമ്മൾ സ്നേഹിക്കുന്ന ആളായതുകൊണ്ടാണ് എന്ന് നമുക്ക് ഫീലിംഗ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ സ്നേഹിക്കുന്ന ആൾ തരുന്ന ചെറിയ വേദന പോലും വലിയ വേദനയാണ്. അപ്പോൾ അള്ളാഹു വലിയ വേദന തന്നാലോ? അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അത് നമ്മൾ പേടിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മൾ കുറച്ച് നേരം മിണ്ടാതിരുന്നുള്ള അവസ്ഥ എന്താ? അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് മാറി നിന്നുള്ള അവസ്ഥ എന്താ? അല്ലെങ്കിൽ നമ്മളിപ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കോളിലൊക്കെ ആണെങ്കിലും അവർ നമ്മളെ ബ്ലോക്ക് ചെയ്തെന്ന് കരുതുക. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഫീലിംഗ് എന്താ? അതേസമയം അവർ ശരിക്കും നമ്മൾ ഉപദ്രവിക്കാൻ നിൽക്കുകയാണെങ്കിലോ, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ നമ്മൾ ഉപദ്രവിക്കാൻ, വേദനിപ്പിക്കാൻ നിൽക്കുകയാണോ, അത്രമാത്രം വേദന ആയിരിക്കും അത്. നമുക്ക് താങ്ങാൻ കഴിയും? ഒരിക്കലും ഇല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് അവിടെ അനുഭവിക്കാനിരിക്കുന്ന വേദനകൾ നമ്മൾ ഓർക്കുക. അതിന് രക്ഷപ്പെടാനുള്ള പരിപാടികൾ നോക്കുക. എങ്കിൽ ഒരു പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് തയ്യാറെടുക്കാൻ കഴിഞ്ഞേക്കാം. അന്ത്യനാളിലെ ദുരിതങ്ങൾ അനുഭവിച്ച് തീർത്ത സൃഷ്ടികളുടെ അവസ്ഥ നീ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആ ഭയത്തിലും
പ്രയാസത്തിലും നിൽക്കുമ്പോൾ, കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാനും ശുപാർശകൾ ലഭിക്കാനും വേണ്ടി കാത്തു നിൽക്കുമ്പോൾ അതാ വിവിധ ശാഖകളുള്ള ഇരുട്ടുകൾ കുറ്റവാളികളെ വലയം ചെയ്യുന്നു. ആളിപ്പടരുന്ന നരകാഗ്നി അവർക്ക് മീതെ നിയലിടുകയും ചെയ്യുന്നു. കടുത്ത ഈർഷ്യവും കോപവും വ്യക്തമാക്കുന്ന നരകത്തിൻ്റെ ഉഗ്രമായ ഗർജനങ്ങളും അലർച്ചകളും അവർ കേൾക്കുന്നതാണ്. ആ സമയത്ത് തങ്ങളുടെ സർവനാശം കുറ്റവാളികൾക്ക് ബോധ്യപ്പെടും. സകല ജനതയും അപ്പോൾ മുട്ടുകുത്തി വീഴും. കുറ്റമറ്റ നിരപരാധികൾ പോലും അവിടെ വെച്ചുണ്ടാകുന്ന മോശമായ പരിണാമത്തെ ഓർത്ത് ഭയപ്പെടും. അതായത് കുറ്റമൊന്നുമില്ലാത്ത നിരപരാധികൾ പോലും ഈ അവസ്ഥകളൊക്കെ കാണുമ്പോൾ അതൊക്കെ പേടിച്ചു പോവും. അപ്പോൾ നമുക്കെന്തോ പറ്റിപ്പോവോ? നബിമാർക്ക് വരെ പേടിയാവുന്ന സന്ദർഭം ഉണ്ടല്ലോ. അമ്പിയാക്കന്മാർ വരെ പേടിച്ചു പോകും, എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വിചാരിച്ച്. കാരണം എന്താ, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ ഭവിഷ്യത്തുകൾ കണ്ടിട്ട് അവർക്ക് പേടി വന്നു പോകും. അപ്പോൾ നരകത്തിലെ കാവൽക്കാരായ മലക്കുകളിൽ നിന്ന് ഒരു വിളിയാളൻ വന്ന് ഇപ്രകാരം വിളിച്ചു പറയും: അനന്തമായ മോഹങ്ങൾ വെച്ചു പുലർത്തിയ ഭൗതിക ലോകത്ത് തൻ്റെ ആയുസ് നീട്ടിക്കൊണ്ടുപോയ, ദുഷ്കർമ്മങ്ങൾ ചെയ്ത് തൻ്റെ ജീവിതം പാഴാക്കിക്കളഞ്ഞ ഇന്നവൻ്റെ മകൻ ഇന്നവൻ എവിടെയാണ്? അതായത് ഭൗതിക ലോകത്ത് ഇങ്ങനെ ഒരുപാട് മോഹങ്ങൾ വെച്ച് പുലർത്തിയിട്ട് ഇങ്ങനെ അടുത്ത വർഷം ഇങ്ങനെ ആക്കും, 10 വർഷം കഴിഞ്ഞ് എങ്ങനെ, അത് കഴിഞ്ഞ് എങ്ങനെ, എനിക്ക് അത് നേടണം, ഇത് നേടണം, ദുനിയാവിൻ്റെ നേട്ടങ്ങളിൽ മാത്രം ജീവിതം കഴിച്ചു കൂട്ടി അങ്ങനെ ആയുസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി ആ നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി മാത്രം, ദുനിയാവിലുള്ള നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി മാത്രം. ദുനിയാവിലുള്ള നേട്ടങ്ങൾക്ക് നമ്മൾ വിരുദ്ധമല്ല. അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹികളും അതിനെതിരെ നിന്നിട്ടില്ല. പക്ഷേ അതൊക്കെ അള്ളാഹുവിൻ്റെ അണ്ടർലൈറ്റാവണം. സ്വന്തമായി ഇതൊക്കെ കുറേ നേടണം, ദീനിനൊക്കെ മറന്ന്, ദിക്റിനെ മറന്ന്, ഇബാദത്തിനെ മറന്ന് ഈ നേട്ടങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോയാൽ നമ്മൾ ആയുസ്സുകൾ അങ്ങനെ കഴിഞ്ഞു പോകും. നമ്മളൊന്നും നേടിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഈ മോഹങ്ങൾക്ക് പിന്നാലെ പോയി ആയുസ് ഇങ്ങനെ കഴിഞ്ഞു പോയവനെ, തൻ്റെ ജീവിതകാലം മുഴുവൻ തെറ്റുകളിൽ മുഴുക്കി അതിനെങ്ങനെ തെറ്റുകളിലായിട്ട് ജീവിതം കഴിച്ചു കൂട്ടിയവനെ, ഇന്നാളുടെ മകനായ ഇന്ന ആളെ ഇങ്ങോട്ട് വാന്ന് പറയും നരകത്തുനിന്ന്. അങ്ങനെ അവർ ഇരുമ്പിൻ്റെ ദണ്ടുകളുമായി അവനിലേക്ക് പാഞ്ഞെടുക്കും. കടുത്ത ഭീഷണികളോടെ അവനെ അവർ നേരിടും. കഠിനമായ ശിക്ഷയിലേക്ക് അവനെ അവർ തൊലിച്ചു കൊണ്ടുപോവുകയും നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് തല കീഴായി അവനെ വലിച്ചെറിയുകയും ചെയ്യും. തുടർന്ന് അവരോട് അവർ പറയും: നീ ആസ്വദിച്ചു കൊള്ളുക, തീർച്ചയായും നീ നിൻ്റെ ധാരണയിൽ പ്രതാപിയും മാന്യനുമാണല്ലോ, അത് കണ്ട് അനുഭവിക്കുക എന്ന് പറഞ്ഞ് അവരെങ്ങനെ വലിച്ചെറിയും. അങ്ങനെ അവർ പാർപ്പിക്കപ്പെട്ടത് വളരെ ഇടുങ്ങിയ വഴികളൊക്കെയും ഇരുളടഞ്ഞ ആപത്തുകൾ നിറഞ്ഞ ഒരു ഭവനത്തിലാക്കും. അതിലെ തടവുകാർ അവിടെ ശാശ്വതരായിരിക്കും. അവിടെ നരകാഗ്നി ആളിപ്പടർന്നുകൊണ്ടേയിരിക്കും. അവിടെ അവരുടെ പാനീയം തിളച്ചു മറിയുന്ന വെള്ളമായിരിക്കും. അവരുടെ താമസ സ്ഥലം നരകവും. നരകത്തിലെ കാവൽക്കാരായ മലക്കുകൾ അവരെ അടിച്ചമർത്തും. നരകത്തിലെ അഗാധ ഗർത്തം അവരെ ഒരുമിച്ച് കൂട്ടും. അവിടെ അവരുടെ ആഗ്രഹം നാശമായിരിക്കും. അതിൽ നിന്ന് അവർക്കൊരിക്കലും മോചനമുണ്ടാവുകയില്ല. അവരുടെ കാലുകൾ നെറുകയുമായി ചേർത്ത് കെട്ടിയിട്ടുണ്ടാവും. അതായത് കാലും തലയിലുള്ള മുടിയും അവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. പാപങ്ങളുടെ അന്ധകാരം കാരണം അവരുടെ മുഖങ്ങൾ കറുത്തിരുണ്ടിട്ടുണ്ടാവും. നരകത്തിലെ പാർശ്വങ്ങളിൽ നിന്ന് അവർ വിളിച്ചു പറയും. അതിൻ്റെ വശങ്ങളിൽ നിന്നും അരികുകളിൽ നിന്നും അവർ അലറിക്കരയും. എന്നിട്ട് പറയും: മാലിക്കായവനെ, ഞങ്ങൾക്ക് നൽകപ്പെട്ട താക്കീത് ഞങ്ങളുടെ മേൽ സത്യമായി പുലർന്നിരിക്കുന്നു. നീ പറഞ്ഞതൊക്കെ ശരിയാണ്, ഇതൊക്കെ സത്യമായി പുലർന്നിരിക്കുന്നു. മാലിക്കായവനെ, ഞങ്ങളുടെ തൊലികൾ വെന്തുരുകിയിരിക്കുന്നു. മാലിക്കായവനെ, ഇതിൽ നിന്ന് നീ ഒന്ന് പുറത്തെടുത്ത് കടത്തണം. തീർച്ചയായും ഞങ്ങൾ ഇനി ആവർത്തിക്കുകയില്ല എന്ന് അവരിങ്ങനെ വിളിച്ചു പറയും. അപ്പോൾ കാവൽക്കാരായ മലക്കുകൾ പറയും: എത്ര വിദൂരം നിൻ്റെ ആഗ്രഹം! ഇത് നിർഭയത്വത്തിൻ്റെ സമയമല്ല. ഈ അപമാനത്തിൻ്റെ ഭവനത്തിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഒരു പുറത്തു കടക്കലില്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ദ്യരായി കിടക്കുക. നിങ്ങൾ എന്നോട് സംസാരിക്കരുത് എന്ന് മലക്കുകൾ അവരോട് പറയും. നീ സ്വർഗത്തെപ്പറിച്ച് വിവരിക്കുക. ഫീ ജിനാനി മിൻ ഹിസാനൽ ഹൂരി മാൽ ജവാരി മാ ഹിസാനൽ ദൂരി എന്ന് പറഞ്ഞ ഭാഗം വിശദീകരിക്കാം. ഇഹ്യാഉലുദ്ദീനിൽ സ്വർഗത്തെയും അതിലെ അനുഗ്രഹങ്ങളെയും കുറിച്ച് വിവരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം രചയിതാവ് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്: സ്വർഗവാസികളെക്കുറിച്ചും അവരുടെ മുഖങ്ങളിൽ കളിയാടുന്ന അനുഗ്രഹങ്ങളുടെ പ്രസരിപ്പിനെക്കുറിച്ചും നീ ചിന്തിച്ചു നോക്കുക.
മുദ്രവെക്കപ്പെട്ട ശുദ്ധമായ പാനീയത്തിൽ നിന്നായിരിക്കും അവർക്ക് കുടിക്കാൻ നൽകുക. ചുവന്ന യാക്കൂത്ത് കൊണ്ടുള്ള മിമ്പറുകളിൽ അവർ ഇരിക്കുന്നവരായിരിക്കും. വെളുത്തതും തിളക്കമുള്ളതുമായ മുത്തുകൾ കൊണ്ടുള്ള കൂടാരങ്ങളിലായിരിക്കും അവരുണ്ടാവുക. പച്ച നിറത്തിലുള്ള മനോഹരമായ പരവതാനികൾ അതിലുണ്ടാകും. ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളുടെ തീരങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട അലങ്കരിച്ച കട്ടലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും അവർ. അപ്പം നമ്മൾ വീടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒഴുകുന്ന നദിക്കരികളിൽ വീടുണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര സൗന്ദര്യമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ഏതെങ്കിലും വീടൊക്കെ കുറച്ച് അതിൻ്റെ ജനലിലൂടെ നോക്കിയാൽ കടൽ കാണുക, അല്ലെങ്കിൽ നല്ല നദി കാണുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല സന്തോഷം തരുന്നതാണ്. അപ്പോൾ വീടുണ്ടാക്കുമ്പോൾ ഒക്കെ അങ്ങനെ ഉണ്ടാക്കണേ. സ്വർഗീയമായ ഈ വിരിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഭൗതികമായി ഇവിടുന്ന് നമുക്ക് മനസ്സിലാവുന്നത് തന്നെയാണ്. വീടുണ്ടാക്കുമ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് ഉണ്ടാക്കണം എന്നല്ല. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോൾ വെള്ളം കയറാതിരുന്ന് നോക്കിയാൽ മതി. നമുക്ക് നമ്മൾ ചേർന്ന് നിൽക്കുന്ന സ്ഥലം ഒരു വെള്ളവും അതുപോലെ തന്നെ കടലും ഒക്കെ ആണെങ്കിൽ നല്ല രസമാണ്. അപ്പോൾ സ്വർഗത്തിൽ അങ്ങനെ ആയിരിക്കും. ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളുടെ തീരങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട അലങ്കരിച്ച കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും അവർ. മദ്യത്തിൻ്റെയും തേനിൻ്റെയും നദികളാണവ. ആൺകുട്ടികളാലും സേവകന്മാരാലും വലയം ചെയ്യപ്പെട്ട നിലയിലായിരിക്കും അവരുണ്ടാവുക. അവിടെ ഇങ്ങനെ ഒരുപാട് ഹാദിമീങ്ങളുണ്ടാവും. നല്ലവരും സുന്ദരികളുമായ വിശാലമായ കണ്ണുകളുള്ള ഹൂറികളാൽ അത് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകളായിരിക്കും. അവർക്ക് ആ ഹൂറികൾക്ക് നല്ല വിശാലമായ കണ്ണുകളുണ്ടാവും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ണുകളുടെ വിശാലത അവരുടെ ഏറ്റവും വലിയ സൗന്ദര്യത്തിൽപ്പെട്ടതാണ്. വലിയ കണ്ണുകളുണ്ടാവും. ഇറുകിയ കണ്ണുകൾ സൗന്ദര്യം കുറയ്ക്കും. വലിയ പെണ്ണുങ്ങൾ അവിടെ ഉണ്ടാവും. യാക്കൂത്ത് രത്നങ്ങളും പവിയങ്ങളും പോലെയാണ് അവർ. അവർക്ക് മുമ്പായി ഒരു പുരുഷനോ ജിന്നോ അവരെ സ്പർശിച്ചിട്ടുണ്ടാവുകയില്ല. ആ പെണ്ണുങ്ങൾ വേറൊരു പുരുഷൻ്റെ സഹവാസത്തിലേക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. സ്വർഗത്തിലെ പടവുകളിലൂടെ അവർ നടന്നു പോകുന്നതാണ്. അവരിൽ ഒരുവൾ തൻ്റെ നടത്തത്തിൽ അല്പം കുണുങ്ങി നടന്നാൽ അവരുടെ വസ്ത്രത്തിൽ വശങ്ങൾ 70,000 സേവകന്മാരെ കുട്ടികൾ വഹിക്കുന്നതാണ്. അങ്ങനെ ഈ നമ്മൾ കണ്ടിട്ടുണ്ടോ, ഈ രാജകുമാരിമാരൊക്കെ അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ഡ്രസ്സ് ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിങ്ങനെ പിടിക്കുന്ന ആൾക്കാരുണ്ടാവും രാജാവിൻ്റെ കൊട്ടാരത്തിലൊക്കെ. അതുപോലെ ഹൂറികൾക്ക് ഇങ്ങനെ ഉണ്ട്, അവരുടെ ഡ്രസ്സ് ഇങ്ങനെ താഴത്ത് ഇങ്ങനെ പിടിക്കാനുള്ള ആൾക്കാരുണ്ടാവുന്ന. കാഴ്ചകളെ വിസ്മയിക്കുന്ന തരത്തിലുള്ള മനോഹരമായ വെളുത്ത പട്ടുവസ്ത്രങ്ങളായിരിക്കും അവർ ധരിക്കുക. അപ്പോൾ അവരുടെ ഈ ഹൂറികളുടെ ഡ്രസ്സിങ് സ്റ്റൈല്, അവരുടെ രത്നങ്ങൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട. അതുപോലെ തന്നെയാണ് ഭൗതികമായിട്ടും പെണ്ണുങ്ങൾ നല്ല ഡ്രസ്സ് ധരിച്ചാൽ നല്ല സൗന്ദര്യം ഉണ്ടാവും. മുത്തുകളും പവിയങ്ങളും പതിപ്പിച്ച കിരീടങ്ങൾ അവർ അണിയിക്കപ്പെട്ടിരിക്കും. അവരുടെ ശരീര സൗന്ദര്യം മനോഹരമായ ശരീരഘടനയുള്ളവരും പ്രണയാതുരരായവരും പരിമളം വീശുന്നവരുമായിരിക്കും അവർ. അവരുടെ സ്ത്രീകളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തിൽ ഏറ്റവും പ്രധാനമാണ് അവരുടെ ശരീരത്തിൻ്റെ ഘടന. അതുകൊണ്ടാണ് അവർ എപ്പോഴും അവരുടെ ശരീരഘടന ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അത് അവരുടെ സൗന്ദര്യത്തിന് പ്രധാനമായ ഒരു ഭാഗമാണ്. മറ്റൊരു കാര്യം, പ്രണയാതുരമായി സംസാരിക്കുക. എപ്പോഴും അവർക്ക് ആ ഒരു എന്താ പറയുക, ഭയങ്കരമായൊരു സ്നേഹം അവരുടെ വാക്കുകളിലൊക്കെ ഇങ്ങനെ വരിക. അപ്പോൾ മാത്രമല്ല അവരെപ്പോഴും നല്ല സുഗന്ധം പൂശിയവരാവുക. ഇതൊക്കെ ഭൗതികമായിട്ടും ആൾക്കാർക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ കൂടുതലും അവരുടെ അവരുടെ ഭർത്താക്കന്മാരെ സന്തോഷിപ്പിക്കാൻ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പരിമളം വീശും അവരുടെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ സ്വർഗത്തിൽ ഹൂറികൾ എങ്ങനെ ആയിരിക്കും? വാർദ്ധക്യത്തിൽ നിന്നും ഔഷധങ്ങളിൽ നിന്നും അവർ സുരക്ഷിതരായിരിക്കും. പെണ്ണുങ്ങൾക്കുണ്ടാവുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് അവരുടെ സൗന്ദര്യം വയസ്സായി കഴിഞ്ഞാൽ പിന്നെ സൗന്ദര്യം പറ്റ കുറയും എന്നുള്ളത്. അതുപോലെ കുറച്ച് വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ മുട്ടുവേദന, പിന്നെ തലവേദന, അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം തന്നെ. ഇങ്ങനെ പെണ്ണുങ്ങളിങ്ങനെ അസുഖങ്ങൾ ആണുങ്ങളെക്കാളും പെണ്ണുങ്ങൾക്കുണ്ടാവും. ഇപ്പോൾ ഇപ്പോഴത്തെ പെണ്ണുങ്ങളെക്കാളും അസുഖമുള്ളവരാട്ടോ. പക്ഷെ ആണുങ്ങൾ കൂടുതലും തൊഴിലൊക്കെ എടുക്കുന്നതുകൊണ്ടും കൂടുതലും മേനലിങ്ങി പണിയെടുക്കുന്ന, അതായത് പുറത്തുനിന്നുള്ള പണികളൊക്കെ എടുക്കുന്നതുകൊണ്ടൊക്കെ അവരുടെ ശരീരഘടന അങ്ങനെ ആയതുകൊണ്ടും കുറേയൊക്കെ ആണുങ്ങൾ കുറച്ച് ഏജ് കഴിയും ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാൻ. പെണ്ണുങ്ങൾ കുറച്ച് നേരത്തെ ഈ അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ
അങ്ങനെയാണ് സാധാരണ ഗതിയിൽ പെണ്ണുങ്ങൾ ഉണ്ടാവുക. എന്നാൽ സ്വർഗത്തിലെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തെ ഒന്നും അസുഖങ്ങൾ ഉണ്ടാവില്ല. അവരിങ്ങനെ വയസ്സായി പോവില്ല. അതുപോലെ തന്നെ അവർക്ക് ഇങ്ങനത്തെ അവശതകളൊന്നും ഉണ്ടാവില്ല. പിന്നെ കൂടാരങ്ങളിൽ ഒതുങ്ങിക്കൂടുന്നവരാണ് അവർ. പെണ്ണുങ്ങളുടെ സൗന്ദര്യത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗന്ദര്യം അവർ വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്നവരായിരിക്കുന്ന. എല്ലായിടത്തും ഓടി നടക്കുന്ന പെണ്ണുങ്ങൾ അത്ര സൗന്ദര്യമുള്ള പെണ്ണുങ്ങളല്ല. കാരണം സൗന്ദര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേരുമ്പോഴാണ് സൗന്ദര്യമാവുക. അവരുടെ വസ്ത്രം, അവർ അണിയുന്ന ആഭരണങ്ങൾ, ഇതെല്ലാം പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ ചേരുമ്പോഴാണ് സൗന്ദര്യമാവുക. ഒരു 40% അവരുടെ ശരീര സൗന്ദര്യം, ബാക്കി 60% ഇങ്ങനത്തെ മോഡിഫിക്കേഷനാണ്. അപ്പോൾ അതേസമയം അതുപോലെ ഒരു ലജ്ജയുള്ള പെണ്ണ്, അതുപോലെ വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന പെണ്ണ്, ഇതൊക്കെ അവളുടെ സൗന്ദര്യത്തിൽപ്പെട്ടതാണ്. എപ്പോഴും എന്നും ഇങ്ങനെ പുറത്തിറങ്ങി നടക്കണം, നാട്ടിൽ നേരെ ഷോപ്പിങ്ങിൽ നടക്കണം, ഏതോ വകയിലുള്ള ആരെങ്കിലും കല്യാണം ആരോ ഒരു മെസ്സേജ് അയച്ചാൽ മതി, അപ്പോൾ തന്നെയൊക്കെ ഒരാഴ്ച മുമ്പേ അവിടെ പോയി കൂടണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ സാധനം നഷ്ടപ്പെടും. അപ്പോൾ വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടാവും. അത് അവളുടെ ഭർത്താവിന് ആസ്വദിക്കാൻ സാധിക്കും. അപ്പം കൂടാരങ്ങൾ ഒതുങ്ങിക്കൂടുന്നവരായിരിക്കും അവർ. അപ്പോൾ പരലോകത്ത് ഹൂറികളുടെയും അവസ്ഥ അങ്ങനെ ആയിരിക്കും. അവരിങ്ങനെ സൗന്ദര്യം ഉണ്ടെങ്കിൽ ഒരു നാട് നീളെ ഓടി നടക്കുന്നവരാവില്ല. ഓരോ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നവരായിരിക്കും. സ്വർഗ പൂങ്കാവനങ്ങളുടെ നടുവിലായി യാക്കൂത്ത് കൊണ്ട് നിർമ്മിക്കപ്പെട്ട കൊട്ടാരങ്ങളിലായിരിക്കും അവരുണ്ടാവുക. തങ്ങളുടെ ഭർത്താക്കന്മാരിലേക്ക് മാത്രം ദൃഷ്ടി ചുരുക്കിയവരും വിശാല കണ്ണുകളും ഉള്ളവരാണ് അവർ. വീണ്ടും അവരുടെ കണ്ണുകളെ വിശദീകരിക്കുകയാണ്. അവർ കണ്ണ് വലിയ കണ്ണുകളായിരിക്കും. പെണ്ണുങ്ങളുടെ സൗന്ദര്യത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അവരുടെ കണ്ണുകളാണ്. അതുകൊണ്ടാണ് കണ്ണുകൾക്ക് അവർ സുർമ എഴുതണം എന്ന് പറയുന്നത്. ഈ ഒരു കണ്ണിൻ്റെ സൗന്ദര്യം നന്നാക്കാൻ വേണ്ടിയാണ്. പിന്നീട് അവർക്ക് ചുറ്റുമായി ഒഴുകുന്ന ഉറവയിൽ നിന്നും പാനീയങ്ങളുടെ പാനപാത്രങ്ങളും കൂജകളും ഗ്ലാസുകളുമായി അവർ ചുറ്റി നടക്കും. കുടിക്കുന്നവർക്ക് വലിയ ആസ്വാദനം നൽകുന്ന വെളുത്ത നിറത്തിലുള്ള പാനീയമാണത്. ചിപ്പുകളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട മുത്തുകളെപ്പോലെയുള്ള സേവകരും ആൺകുട്ടികളും അവർക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് വെള്ളം തരാനും ഭക്ഷണം തരാനും ആൾക്കാരിങ്ങനെ ചുറ്റി നിറഞ്ഞുകൊണ്ടിരിക്കും. അവർ പ്രവർത്തിച്ചിരുന്നതിനുള്ള പ്രതിഫലമായി കൊണ്ടാണത്. നമുക്കൊക്കെ നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകലാൻ നമ്മളെ കാരണമാവുന്ന പലപ്പോഴും ദുനിയാവിൽ നമ്മളെ ഭാര്യയ്ക്കുള്ള കുറവ്, ഭർത്താവിനുള്ള കുറവ്, മക്കൾക്കുള്ള കുറവ്, വീടിനുള്ള പ്രശ്നങ്ങൾ. അള്ളാഹുവിൻ്റെ ശാശ്വതമായ സൊല്യൂഷൻ പറഞ്ഞുതരാം. നിങ്ങളതൊന്നും അതിനെപ്പോഴൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. നിങ്ങൾ എൻ്റെ മാർഗത്തിലേ ജീവിക്കോ. ഇബാദത്തിലും ഹിദമത്തിലും അറിവ് പഠിക്കുന്നതിലും ഇതിലൊക്കെ ആയിട്ട് മുഴുകി ജീവിക്കോ. അങ്ങനെയാണെങ്കിലോ അള്ളാഹു ഇതിനൊക്കെ പകരം നൽകാം. ഈ ദുനിയാവ് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഇവിടെ ഇതിനൊന്നും തരാൻ മാത്രമില്ല. ഇതിങ്ങനെ തന്നെ നോട്ടെ, കുഴപ്പമില്ല. നാളെ പരലോകത്ത് അള്ളാഹുവിന് ഒരുപാട് തരാം. അപ്പോൾ ഇതൊക്കെ അള്ളാഹു കോമ്പൻസേറ്റ് ചെയ്യും, ഏറ്റവും നമുക്ക് കൺകുളിർന്ന ആവുന്നത് വരെ. അപ്പോൾ പിന്നെ എന്തിനാ ഈ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നത്? നിർഭയമായ ഒരു സ്ഥാനത്താണവർ. തോപ്പുകളിലും നീരുറവുകളിലുമാണവർ. സ്വർഗങ്ങളിലും നദികളിലുമാണവർ. സർവാധികാരിയായ രാജാവിനരികിൽ സത്യത്തിൻ്റെ ഇരിപ്പിടത്തിലാണവർ. ഇവിടെ അവർ അത്യുദാരനായ രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഈ പ്രവർത്തനങ്ങളിലൂടെയൊക്കെയുള്ള മെയിൻ ഹൈലൈറ്റ് എന്താ? അവരിങ്ങനെ ഭാര്യമാരോട് കൂടെ, സേവകന്മാരോട് കൂടെ വലിയ കൊട്ടാരത്തിൽ അവർക്കിങ്ങനെ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം ഒരു പിക്ചറാണ്. ആ പിക്ചറിൻ്റെ ഹൈലൈറ്റ് എന്താ? അവർ അള്ളാഹുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സൗന്ദര്യത്തിൻ്റെ കീഴിലാണ് ഈ സൗന്ദര്യങ്ങൾ മുഴുവൻ വരുന്നത്. അവരുടെ മുഖങ്ങളിൽ അനുഗ്രഹങ്ങളുടെ പ്രസരിപ്പ് ശോഭിച്ച് നിൽക്കുന്നുണ്ടാകും. യാതൊരു കരിവാളിപ്പോ നിന്ദ്യതയോ അവരെ ബാധിക്കുകയില്ല. മറിച്ച് അവർ ആദരിക്കപ്പെട്ട ദാസന്മാരായിരിക്കും. അവരുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വിവിധ ഇനം ഉപഹാരങ്ങൾ കൊണ്ട് അവർ നിരന്തരം ആദരിക്കപ്പെടുന്നതാണ്. അങ്ങനെ അവർ തങ്ങളുടെ മനസ്സുകൾ ആഗ്രഹിച്ച കാര്യങ്ങളിൽ ശാശ്വതരായി കഴിയുന്നവരാണ്. അവർ അവിടെ ഭയപ്പെടുകയില്ല, ദുഃഖിക്കുകയുമില്ല. മരണത്തിൻ്റെ ആപത്തുകളിൽ നിന്ന് അവർ തികച്ചും നിർഭയരുമായിരിക്കും. അവരവിടെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് കഴിയുന്നവരാണ്. അതിലെ ഭക്ഷണങ്ങളിൽ നിന്ന് അവർ ഭുജിക്കും. അതിലെ നദികളിൽ നിന്ന് അവർ കുടിക്കുകയും ചെയ്യും. പാലും മദ്യവും തേനും ഒഴുകുന്ന നദികളാണവ.
അവിടുത്തെ ഭൂമി വെള്ളി കൊണ്ടുള്ളതാണ്, അതിലെ ചരലുകൾ പവ്യങ്ങളുമാണ്. സുഗന്ധം വമിക്കുന്ന കസ്തൂരിയാണ് അതിലെ മണ്ണ്, അതിലെ സസ്യങ്ങൾ കുങ്കുമപ്പൂക്കളുമാണ്. കർപ്പൂരത്തിൻ്റെ മണൽ കുന്നുകൾക്ക് മീതെ നർഗീസ് പൂക്കളുടെ സുഗന്ധജലം അവിടുത്തെ മേഘങ്ങളിൽ നിന്ന് അവരുടെ മേൽ വർഷിക്കപ്പെടുന്നതുമാണ്. ഇതൊക്കെ ഭൗതികമായി നമുക്ക് കാണാൻ പറ്റുന്ന, അനുഭവിക്കാൻ പറ്റുന്ന ചില ഉദാഹരണങ്ങൾ വെച്ച് ഉദാഹരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചില ആൾക്കാരൊക്കെ ചോദിക്കേണ്ട പാലിൻ്റെയും മദ്യത്തിൻ്റെയൊക്കെ ഉപയോഗിക്കാൻ എന്താ രസം ഉണ്ടാവുക? അങ്ങനെയല്ല, നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നാൽ ചിന്തിക്കാൻ പറ്റുന്ന സുഖങ്ങളുടെ ഒരു പരിധിയിൽ നിന്ന് ഇതിനൊക്കെ വർണ്ണിച്ചു എന്നേ ഉള്ളൂ. ഈ ജൗഹറത്തുൽ അദബിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മൂസ സുലൈമാൻ തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ വിശദീകരിക്കുകയാണ്. തദക്കർ മീസാനി നശറ സുഹുഫി മാഫിൽ ജഹീമി മിൻ ദവാമിൽ അസഫി. എൻ്റെ പ്രിയ സഹോദര, നിങ്ങൾ തൂക്കുന്ന തുലാസിനെ കുറിച്ചുള്ള ഓർമ്മ നീ മറക്കരുത്. കാരണം ഒരു ന്യായാധിപൻ്റെ മുമ്പിൽ നീ നിൽക്കുന്നതിന് തുല്യമാണത്. വിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം പറഞ്ഞതുപോലെ, അതുകൊണ്ട് ഏതൊരാളുടെ തുലാസുകൾക്ക് ഭാരമേറിയോ അവർ തന്നെയാണ് വിജയം വരിച്ചവർ. ഏതൊരാളുടെ തുലാസുകൾക്ക് ഭാരം കുറഞ്ഞുവോ അവർ തങ്ങളുടെ തന്നെ നഷ്ടം വരുത്തിവെച്ചവരാണ്. നരകത്തിൽ അവർ ശാശ്വതരായി കഴിയുന്നതുമാണ്. അതുപോലെ തന്നെ നിന്റെ കർമ്മപുസ്തകം നീ ഏതു രൂപത്തിലാണ് വാങ്ങുക എന്നും നീ മറക്കരുത്. അത് നിന്റെ വലതു കൈയിലാണോ അതോ ഇടത് കൈയിലാണോ? വിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം പറഞ്ഞിട്ടുള്ളതുപോലെ, എന്നാൽ ഏതൊരാൾക്ക് തൻ്റെ കർമ്മപുസ്തകം വലതു കൈയിൽ നൽകപ്പെടുന്നുവോ അവനോട് വളരെ എളുപ്പത്തിലുള്ള വിചാരണയിലായിരിക്കും നടക്കുക. അവൻ തൻ്റെ സ്വന്തക്കാരുടെ അടുത്തേക്ക് വളരെ സന്തുഷ്ടനായിക്കൊണ്ട് മടങ്ങുകയും ചെയ്യും. എന്നാൽ ഏതൊരാൾക്ക് തൻ്റെ കർമ്മപുസ്തകം അവൻ്റെ മുതുകിന് മുന്നിലൂടെ നൽകപ്പെടുന്നുവോ അവൻ നാശമേ എന്ന് വിളിച്ചു നിലവിളിക്കുന്നതാണ്. കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ അവൻ കടന്നെരിയുകയും ചെയ്യും. അതുപോലെ അവിടുത്തെ കഠിനമായ ശിക്ഷകൾ കാരണമായി നരകത്തിലുണ്ടാകുന്ന ഒരിക്കലും അവസാനിക്കാത്ത ശാശ്വതമായ ദുഃഖത്തെക്കുറിച്ച് നീ മറന്നുപോയരുത്. വഫിൽ ജിനാനി ഫിൽ ഹിസാനിൽ ഹൂരി മഅൽ ജവാരി മഅൽ ഹിസാനിദ്ദൂരി. സ്വർഗവും അതിലെ അനുഗ്രഹങ്ങളും തേടുന്നത് നീ അശ്രദ്ധരാകരുത്. വിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം പറഞ്ഞിട്ടുള്ളതുപോലെ, വിശാലമായ കണ്ണുകളുള്ള ഹൂറികളും അവർക്കിടയിലുണ്ടായിരിക്കും. ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട മുത്തുകൾ പോലെയാണ് അവർ. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനുള്ള പ്രതിഫലമായി കൊണ്ടാണത് നൽകപ്പെടുന്നത്. അവിടെയുള്ള കൊട്ടാരങ്ങളും പരിചാരകന്മാരും സേവകന്മാരായ ആൺകുട്ടികളും ഉൾപ്പെടെയുള്ള സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒതുങ്ങാത്തതും കണക്കാക്കാൻ കഴിയാത്തതുമാണ്. എന്നെന്നും ഒരേ പ്രായത്തിൽ ജീവിക്കുന്നവരായ ആൺകുട്ടികൾ അവർക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കും. ഒഴുകുന്ന ഉറവയിൽ നിന്നും പാനീയങ്ങളുള്ള പാനപാത്രങ്ങളും കൂജകളും ഗ്ലാസുകളുമായിട്ടായിരിക്കും അത് കുടിക്കുന്നത് കാരണം അവർക്ക് തലവേദന ഉണ്ടാവുകയില്ല. അവരുടെ സമനില തെറ്റുകയുമില്ല. അതായത് നമുക്ക് ലഹരി കുടിച്ചാൽ നമ്മൾ സമനില തെറ്റുമല്ലോ, ആ ലഹരി ബാധിച്ചതുപോലെ അങ്ങനത്തെ സംഭവം അവിടുത്തെ കള്ളു കുടിച്ചാൽ ഉണ്ടാവില്ല. അവർ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന പഴവർഗ്ഗങ്ങളുമായും അവർ കൊതിക്കുന്ന പക്ഷികളുടെ മാംസങ്ങളുമായും ആ സേവകർ ചുറ്റി നടക്കും. മഹാനുകൾ പിന്നെ ഒരു ഉപദേശം പറയണം, ഹാഫിദ് അല ഷുറൂതി ഹാദൽ വിർദ്. അതുകൊണ്ട് ഈ വിർദിൻ്റെ ഷർത്തുകൾ നിങ്ങൾ പാലിക്കണം. തറാമായി യസുറുക ഫി ദുനിയ വല്ലാഹിറ ഇൻഷാ അല്ലാഹ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ദുനിയാവിൽ ആഖിറത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം സ്വർഗത്തിലെ സുഖങ്ങൾ നിങ്ങൾ ഓർക്കണം, നരകത്തിലെ വേദന നിങ്ങൾക്ക് ഓർക്കണം എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ ഒക്കെ അടിസ്ഥാനം പരിശുദ്ധമായ തിജാനി ത്വരീഖത്തിൻ്റെ ദിക്റും പരിശുദ്ധമായ ശരീഅത്തും കൊണ്ടിടുന്നാൽ മതി. അത് കൊണ്ടെടുക്കുന്നതിലൂടെ നമുക്ക് ഏറ്റവും ഉന്നതമായ സ്വർഗത്തിലെത്താമെന്നൊരു ശ്വാസങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നരകത്തിൽ നിന്ന് പൂർണ്ണമായും മോചനം ലഭിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓർക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പലപ്പോഴും ദിക്ർ ഒഴിവാക്കാനൊക്കെ കാരണമാവണത് നമുക്ക് ഏറ്റവും ഉന്നതമായ ഹിമ്മത്തൊന്നും പലപ്പോഴും ഉണ്ടാവണമെന്നില്ല. നമ്മൾ ഏറ്റവും വലിയ ഹിമ്മത്ത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിമ്മത്ത് അള്ളാഹനെ അറിയുക, കണ്ടെത്തുക എന്നൊക്കെ ഉള്ളതായിരിക്കും. ഞാനിപ്പോൾ അതിലേക്കൊന്നും ഇല്ലാന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അതിലേക്കില്ലെങ്കിലും നമ്മൾ മരിക്കണ്ടേ, നമുക്ക് സ്വർഗം കിട്ടണ്ടേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? അതിനെന്താ നമ്മൾ ചെയ്യുക? അതിന് നോക്കുമ്പോൾ ഭയങ്കര പ്രയാസകരമായ വഴിയായിട്ട് നമ്മൾ മുമ്പിൽ കാണുന്നത്. അങ്ങനെയാണ് ഈ ത്വരീഖത്തിൻ്റെ ദിക്ർ കൊണ്ടിടുന്നുള്ളൂ. ഈ കാര്യം എളുപ്പമാണ്.
ദിക്റും അതിൻ്റെ നിബന്ധനയും പാലിക്കുന്നതോടുകൂടി ഈ വഴി, സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹ് എളുപ്പാക്കി തന്നിട്ടുണ്ട്. നരകത്തിലേക്കുള്ള വഴി അള്ളാഹു നമുക്ക് കുട്ടിയടക്കപ്പെട്ടിട്ടുണ്ട്. സാധാരണക്കാരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ തന്നെ അത് എളുപ്പമാണ്, നല്ലതാണ്. ആരിഫീങ്ങൾക്കാണെന്നെങ്കിലോ അവർക്കും അത് രസമാണ്. കാരണം ആരിഫീങ്ങൾക്കും ഈ സ്വർഗം നേടുന്നതിലൂടെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിലൂടെയും അള്ളാഹുവിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന അള്ളാഹുവിൻ്റെ മാരിഫത്തിലുള്ള ലയനാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ അവർക്കും ഈ പരിശുദ്ധമായ ദിക്ർ കൊണ്ടെടുക്കുന്നതിലൂടെ അള്ളാഹുവിലുള്ള വർധനവാണ് സ്വർഗത്തിലൂടെ അവർക്ക് ലഭിക്കുന്നത് എന്ന് കാണുമ്പോൾ അവരതിനെ ആഗ്രഹിക്കാതിരിക്കോ? അപ്പോൾ നിങ്ങൾ ഈ ത്വരീക്കത്തിൻ്റെ ദിക്ർ കൊണ്ടെടുക്കണം, അതിലെല്ലാം അങ്ങ് കിട്ടാനുണ്ട് എന്ന് പറയണം. ഇനി മറാമുൻ നഖബൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് വലദ് ഷെയ്ഖ് അബ്ദുള്ള തിജാനി മഹാനുകൾ പറയുന്നു, തദക്കറൽ മീസാനി നശറ സൊഹഫി മാഫിൽ ജഹീമി മിൻ ദവാമിൻ ലസഫി. ഒരുപാട് ഹദീസ് മഹാനുകൾ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്, നമുക്കതൊന്ന് വായിക്കാം. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ നിന്ന് നിവേദനം. അവർ പറയുന്നു, ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കേൾക്കാനിടയായി. അള്ളാഹുവെ, എൻ്റെ ഭർത്താവായ അള്ളാഹുവിൻ്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും എൻ്റെ പിതാവായ അബൂ സുഫിയാനെ കൊണ്ടും എൻ്റെ സഹോദരനായ മുആവിയയെ കൊണ്ടും എനിക്ക് നീ സുഖവും ആനന്ദവും നൽകണമേ. അതായത് ദുനിയാവിൽ കുറേ ഇവരെ കൂടെ ഇങ്ങനെ എൻ്റെ ഭർത്താവിലൂടെയും എൻ്റെ വാപ്പയും ഇവരെ ഭർത്താവ് റസൂലുള്ളാഹികളാണ്, വാപ്പ അബൂ സുഫിയാനാണ്, ആ സഹോദരൻ മുആവിയാണ് റളിയല്ലാഹു അൻഹുമ. ഇവരൊക്കെ കൂടെ ഒരു നല്ല പ്രൗഢി ജീവിക്കുന്ന ഒരു ഖുറൈശി വനിതയാണ് നമ്മളെ നമ്മളെ ഉമ്മയായിട്ടുള്ള റസൂലുള്ളാഹികളെ ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഒരു ദുആ ചെയ്യാണ്, ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ തന്നെ നമുക്ക് കുറേ കാലം ജീവിക്കണേ. അപ്പോൾ ദുനിയാവിൻ്റെ ഒരു ദുആ പോലെ ആയിപ്പോയില്ല, നല്ല ദുആ ആണെങ്കിൽ പോലും നമ്മൾക്ക് പറയലുണ്ടോ, നമ്മളെ ഭാര്യൻ്റെ കൂടെ കുറേ കാലം ജീവിക്കണേ, ഭർത്താവിൻ്റെ കൂടെ കുറേ കാലം ജീവിക്കണേ, ഇങ്ങനത്തെ അവസ്ഥ ദീർഘായുസ്സിലായി ഈ ഭാര്യൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കണേ, നമ്മൾ ദുആ ചെയ്യലുണ്ടല്ലോ, അത് തെറ്റൊന്നല്ല. അപ്പോൾ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ആയുസ്സുകൾക്കും എണ്ണപ്പെട്ട ദിനങ്ങൾക്കും വിഭജിക്കപ്പെട്ട ഉപജീവനങ്ങൾക്കും വേണ്ടിയാണ് നിങ്ങളിപ്പോൾ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ചോദിച്ച കാര്യമൊക്കെ ഓൾറെഡി അത് തീരുമാനിച്ചതാണ്, ഇതിനു വേണ്ടിയാണ് വീണ്ടും ചോദിക്കുന്നത്. എത്ര ദിവസം അവിടെ ജീവിക്കാമെന്നൊക്കെ ഓൾറെഡി കണക്കാക്കപ്പെട്ടാണ്, പിന്നെ ഇതിനു വേണ്ടി കുറേ ചോദിക്കണം. അവയിലൊന്നിനെയും അതിനെ അവധിക്ക് മുമ്പായി അവനൊരിക്കലും നേരത്തെയാക്കുകയില്ല. നിങ്ങളിപ്പോൾ ദുആ ചെയ്തുകൊണ്ട് ഇപ്പോൾ നേരത്താവുന്നില്ല, അതുകൊണ്ട് ദുആ ചെയ്യേണ്ട ആവശ്യമില്ല, വൈകിപ്പിക്കുകയില്ല. എന്നാൽ നരകത്തിലെ ശിക്ഷയിൽ നിന്നോ ഖബറിലെ ശിക്ഷയിൽ നിന്നോ നിങ്ങൾക്ക് അഭയം നൽകാൻ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചിരുന്നുവെങ്കിൽ അതായിരുന്നു നിങ്ങൾ കൂടുതൽ ഉത്തമവും ശ്രേഷ്ഠവും. അപ്പോൾ ഇതിനേക്കാൾ വിശ്വാസങ്ങളെ കൂടെ ഞാൻ ദുനിയാവിൽ കുറേ ജീവിക്കണേ എന്ന് ദ്വാരക്കുന്നതിനേക്കാൾ നല്ലത് അള്ളാഹുവെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, സ്വർഗത്തിൽ രക്ഷപ്പെടുത്തണേ, കയറ്റണേ, അല്ലെങ്കിൽ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യലാണ്. അത് കൂടുതൽ ശാശ്വതമായതാണ്, ഇതിനേക്കാൾ നല്ലത് അതാണ് എന്ന് പറയാണ്. കുലൈബ് ബിൻ ഹസൻ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ സ്വർഗത്തെ തേടുക, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നരകത്തിൽ നിന്ന് നിങ്ങൾ ഓടി അകലുകയും ചെയ്യുക. കാരണം സ്വർഗത്തെ ആഗ്രഹിക്കുന്നവൻ ഒരിക്കലും ഉറങ്ങുകയില്ല, നരകത്തിൽ നിന്ന് ഓടി അകലുന്നവനും ഒരിക്കലും ഉറങ്ങുകയില്ല. തീർച്ചയായും ഇന്നേ ദിവസം പരലോകം വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ വലയം ചെയ്യപ്പെട്ടതാണ്. എന്നാൽ ഭൗതിക ലോകമാവട്ടെ ആസ്വാദനങ്ങൾ കൊണ്ട് ദേഹേച്ഛകളും കൊണ്ട് വലയം ചെയ്യപ്പെട്ടതുമാണ്. അതിനാൽ ഇവയൊന്നും പരലോകത്തെക്കുറിച്ച് നിങ്ങൾ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. അപ്പോൾ നമ്മളെ മനുഷ്യ പ്രകൃതത്തിൽ പെട്ടതാണ്, നമ്മൾ നേരെ അള്ളാഹനെ ആഗ്രഹിക്കാമെന്നൊന്നും പലപ്പോഴും നമുക്ക് ഉണ്ടാവണമെന്നില്ല. പലപ്പോഴും നമുക്ക് കുറച്ച് പേടി വേണ്ടി വരും. നമുക്ക് തന്നെ അറിയില്ല, നമ്മളൊക്കെ ചിലപ്പോൾ നമ്മൾ ത്വരീക്കത്ത് കൊണ്ടെടുക്കുന്നത് തന്നെ അള്ളാഹ് വിചാരിച്ച്, പലപ്പോഴും നമ്മളിപ്പോഴൊക്കെ ചിലപ്പോൾ അള്ളാഹ് വിചാരിച്ച് മാത്രമായിരിക്കും. തുടക്കത്തിലൊക്കെ ഒഴിവാക്കിയാൽ ചിലപ്പം അള്ളാഹ് ആക്കിബത്ത് മോശമായി പോവുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. അള്ളാഹ് ഇതിനെക്കൊണ്ട് എന്തെങ്കിലും ജോലി നഷ്ടപ്പെടുമോ, എൻ്റെ ദുനിയാവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, അതിനൊക്കെ പേടിച്ചിട്ടായിരിക്കും നമ്മൾ ഇതൊക്കെ കൊണ്ടുവരുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മാധുര്യമോ ഇതൊക്കെ രസമൊക്കെ അനുഭവിച്ചപ്പോൾ നമ്മൾ പിന്നെ എന്തൊഴിവായാലും നമുക്കിത് മതി എന്നുള്ള ചിന്തയൊക്കെ വന്നിട്ടുണ്ടാവും. അള്ളാഹു ആലം, അങ്ങനെ വരട്ടെ. പക്ഷെ എന്നാലും മനുഷ്യൻ്റെ പ്രകൃതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിക്കുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഈ സ്നേഹം എന്നുള്ളത് മാത്രമാവണമെന്നില്ല. അപ്പോൾ നമ്മളിതിൽ നിന്നൊക്കെ ഇങ്ങനെ പിറകോട്ട് പോകുന്നത് സ്നേഹം ഉണ്ടെങ്കിൽ പിറകോട്ട് പോയില്ലല്ലോ. അപ്പോൾ നമ്മൾ പിറകോട്ട് പോകുന്നത് നമുക്ക് സ്നേഹം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ പിന്നെ ഏറ്റവും നല്ല എന്താ,
നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പേടിക്കുക എന്നുള്ളതാണ്. മരണത്തെക്കുറിച്ച് പേടിക്കുക, മരിക്കാനുള്ളതല്ലേ. ഇതിനെക്കൊണ്ടുണ്ടാവുന്ന നമ്മൾ അള്ളാൻ്റെ ഔലിയാക്കന്മാരിൽ നിന്ന്, ദിക്കറിൽ നിന്ന്, അവർ തന്ന ഔറാദുകളിൽ നിന്ന് ഓടി അകലാന്ന് തന്നെ അള്ളാഹുവിൻ്റെ സുരക്ഷിതമായ ഒരു കോട്ടയിൽ നിന്ന് ഓടി അകലുന്നത് പോലെയാണ്. അള്ളാഹു നമ്മളൊരു കോട്ടയിൽ പാർപ്പിച്ചു എന്ന് കരുതുക. അവിടെ ചുറ്റും ശത്രുക്കളുണ്ട്. ഈ ശത്രുക്കളൊക്കെ അങ്ങനെ അമ്പ് ചെയ്യുന്നുണ്ട്, പീരങ്കികൾ കൊണ്ട് നമുക്ക് ബോംബിടുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഈ കോട്ടൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്കൊന്നും പറ്റുന്നില്ല. ഒരു സുപ്രഭാതത്തെ നമുക്ക് തോന്നി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം, ഇത് വേണ്ട, ഇതിപ്പോൾ വലിയ രസമൊന്നുമില്ല എൻ്റെ ഉള്ളിൽ എന്നൊക്കെ വിചാരിച്ചൊന്ന് പുറത്തിറങ്ങിയാൽ കാണാം ഈ സാധനങ്ങളൊക്കെ നമ്മൾ പതിക്കും. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള പേടിയായിരിക്കും ചിലപ്പം. ഇതിൻ്റെ ഉള്ളിലുള്ള നന്ദി നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ആ സുരക്ഷിതമായ കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ നമ്മളെ ദുനിയാവിൻ്റെ വഞ്ചനകൾ നമ്മൾ പിടിക്കും. പിന്നെ നമ്മളെ ശൈത്താനെ നമ്മളെ എളുപ്പം വഞ്ചിക്കാൻ സാധിക്കും. നഫ്സിനെ നമ്മളൊക്കെ എപ്പം അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് വേറെ വഴിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ നഫ്സിന് എളുപ്പമായിരിക്കും. നമ്മൾ ജസ്റ്റ് ആ കോട്ടൻ്റെ പുറത്ത് പോയാൽ മതി. അപ്പോൾ ഈ സുരക്ഷിതമായ കോട്ടയിൽ നിന്ന് നമ്മൾ പുറത്ത് പോകരുത്. അപ്പോൾ പോകാതിരിക്കാൻ നമ്മൾ കുറച്ചൊക്കെ പേടിക്കണം. ഇത് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ പേടിക്കണം. ഇത് നിലനിന്നാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ പേടിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ പരമാവധി സ്വർഗത്തിനെ തേടണം. നിങ്ങളെ പരമാവധി നരകത്തിൽ നിന്ന് ഓടിയകലുകയും വേണം. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മളത് നിലനിൽക്കുള്ളൂ. എന്നാൽ ദുനിയാവിൻ്റെ ലാഞ്ചനകൾ എപ്പോഴും, ദുനിയാവ് എപ്പോഴും ആസ്വാദനങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അപ്പോൾ ദുനിയാവ് മറ്റൊരു ഹദീസ് പറഞ്ഞത് കണ്ടോ, ശ്വാസങ്ങൾ പറഞ്ഞില്ലേ, സ്വർഗം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുമായി ചുറ്റപ്പെട്ടതാണ്, നരകം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുമായി ചുറ്റപ്പെട്ടതുമാണ്. അപ്പോൾ നമ്മൾ ദുനിയാവിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ പറഞ്ഞത്, ദുനിയാവിൽ നമുക്ക് നമ്മുടെ നഫ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ പലതും. നമ്മളതിലിങ്ങനെ ഇടവൈകുമ്പോൾ അറിയാതെ നമ്മളങ്ങനെ വഴിതെറ്റി നരകത്തിലേക്ക് എത്തിപ്പോകുന്ന, വൈകേടിലായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതേസമയം സ്വർഗത്തിലെത്താനുള്ള കാര്യങ്ങൾ, നന്മൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ ഇഷ്ടമൊന്നുള്ള കാര്യമാവില്ല. കുറച്ചൊരു പുഷ് വേണ്ടി വരും. മറ്റേതിന് പുഷൊന്നും വേണ്ട, അങ്ങനെ ഒഴുകി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇബാദത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഹിദ്മത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇൽമു പഠിക്കണം എന്നുണ്ടെങ്കിൽ, അതിനനുസരിച്ച് ദാവത്തിലായി നിൽക്കണം എന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെ ഒരാൾ പുഷ് നമുക്ക് വേണം. അതുകൊണ്ട് നമ്മൾ ഈ ജമാഅത്തിലെപ്പോഴും നിൽക്കണം എന്ന് പറയുന്നത്. ഒരാളിങ്ങനെ പുഷ് ചെയ്താലേ നടക്കുള്ളൂ. ആ പുഷ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാവണം. നമ്മൾ സ്വയം ആ ഒരു അവസ്ഥ എത്തിച്ചേരുന്നതല്ലാതെ, അങ്ങനത്തെ ഒരവസ്ഥയിലെത്താതെ എത്രത്തോളം കാലം നമുക്ക് ഇങ്ങനെ പുഷ് ചെയ്യുന്നൊരു കൂട്ടം നമുക്ക് നിർബന്ധമാണ്. എപ്പോഴാണ് ആ പുഷ് നിൽക്കുന്നത്, ആ ഭാഗത്തേക്കൊന്ന് ചെരിഞ്ഞു കൊടുത്താൽ മതി, പിന്നെ ആ ഒഴുക്കിൽ അങ്ങ് പോയിക്കോളും. അപ്പോൾ ദുനിയാവിനെ അള്ളാഹു അങ്ങനെയാണ് പടച്ചത്, ആ ഒഴുക്കിനെ ഇങ്ങനെ പോകുന്ന രൂപത്തിൽ എതിർക്കാനാണ് നമ്മൾ വഴി കണ്ടെത്തേണ്ടത്. അപ്പോൾ ആസ്വാദനങ്ങൾ കൊണ്ട്, അതുകൊണ്ട് വിശ്വാസങ്ങൾ പറഞ്ഞു, എന്നാൽ ഭൗതിക ലോകമാകട്ടെ ആസ്വാദനങ്ങൾ കൊണ്ടും ദേഹേച്ഛകൾ കൊണ്ടും വലയം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിനാൽ ഇവയൊന്നും പരലോകത്തെക്കുറിച്ച് നിങ്ങൾ അശ്രദ്ധരാക്കാതിരിക്കട്ടെ എന്ന്. അനസ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അല്ലയോ മുസ്ലിം സമൂഹമേ, അള്ളാഹു നിങ്ങളെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ താല്പര്യമുള്ളവരാവുക. അള്ളാഹു നിങ്ങൾക്ക് താക്കീത് നൽകിയ കാര്യങ്ങൾ നിങ്ങൾ കരുതിയിരിക്കുകയും ചെയ്യുക. അള്ളാഹു നിങ്ങളെ ഭയപ്പെടുത്തിയ അവൻ്റെ ശിക്ഷയെക്കുറിച്ചും പ്രതികാരത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നിങ്ങൾ ഭയപ്പെടുക. കാരണം സ്വർഗത്തിൽ നിന്നുള്ള ഒരേ ഒരു തുള്ളി നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൗതിക ലോകത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ ഈ ലോകത്തെ മധുരമുള്ളതാക്കുമായിരുന്നു. എന്നാൽ നരകത്തിൽ നിന്നുള്ള ഒരേ ഒരു തുള്ളി നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളെ ഈ ലോകത്ത് മലിനമാക്കുകയും ചെയ്യുമായിരുന്നു. ഇത് മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം നോക്കിയാൽ മതി. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ, നമ്മുടെ ജീവനായി കണക്കാക്കുന്ന ഒരാൾ നമ്മളോടൊരു ദിവസം പണങ്ങിയാൽ നമ്മൾ ഇനി എത്ര സന്തോഷത്തിലാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്കൊരു സന്തോഷവും ഉണ്ടാവില്ല. അതേസമയം നമ്മൾ എത്ര പ്രയാസത്തിലാണെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവനായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ എത്ര ദുഃഖത്തിലാണെങ്കിൽ അത് ആസ്വദിക്കാൻ സാധിക്കും. ഇതെന്തുകൊണ്ടാണ്, ഇതൊരു സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഒരു ഉദാഹരണമാണ്, ഒരു ഉപമയാണ്. അതുപോലെ നരകത്തിൻ്റെ ഒരു തുള്ളി, അതുപോലെ നമ്മൾ ഭൂമിയിൽ വന്ന് നമ്മൾ ഇനി എത്ര സന്തോഷത്തിലാണെന്ന് കാര്യമില്ല, ആ സന്തോഷമെല്ലാം നമ്മൾ മറന്നു പോകും, ദുഃഖത്തിലായിപ്പോവും. സ്വർഗത്തിൽ നിന്ന് ഒരു തുള്ളി വന്നാൽ തന്നെ നമ്മൾ എത്ര ദുഃഖത്തിലാണെങ്കിലും നമ്മളെല്ലാം മറന്ന് സന്തോഷത്തിലായിപ്പോവും. അത് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വിശ്വാസങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ
ഈ സ്വർഗത്തിന് അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന്. ഈ വലിയൊരു ഹദീസുണ്ട് ജിബ്രീൽ അലൈഹി സ്വലാമുമായിട്ട് ബന്ധപ്പെട്ട് ഉമർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സാധാരണ വരാറില്ലാത്ത ഒരു സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാം കടന്നു വന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് അടുത്ത് എഴുന്നേറ്റ് ചെന്നിട്ട് ചോദിച്ചു, ജിബ്രീലേ, താങ്കളുടെ മുഖഭാവം മാറിയതായി ഞാൻ കാണുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നരകാഗ്നി ഊതി കത്തിക്കാൻ അള്ളാഹു കൽപ്പിച്ചതിന് ശേഷമാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നരകം ഇങ്ങനെ കത്തിക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്, അതിന് ശേഷം വന്നതാണ്, പേടിച്ച് വന്നതാണ്, പെട്ടെന്ന് വന്ന് അസമയത്ത് വരലുണ്ടല്ലോ, പേടിച്ച് വന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ആ നരകാഗ്നിയെക്കുറിച്ച് വർണ്ണിച്ചു തരിക, നരകത്തെക്കുറിച്ച് എനിക്ക് വിശദീകരിച്ചു തരിക. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, തീർച്ചയായും അള്ളാഹു തബാറക വ തആല നരകത്തോട് കൽപ്പിച്ചു. അങ്ങനെ 1000 വർഷം അത് കത്തിക്കപ്പെട്ടു, അത് വെളുത്ത നിറമായി തീരുന്നത് വരെ. പിന്നീട് അവൻ കൽപ്പിച്ചു, അങ്ങനെ വീണ്ടും 1000 വർഷം അത് കത്തിക്കപ്പെട്ടു, അത് ചുവന്ന നിറമായി തീരുന്നത് വരെ. വീണ്ടും അവൻ കൽപ്പിച്ചു, അങ്ങനെ 1000 വർഷം കൂടി അത് കത്തിക്കപ്പെട്ടു, അത് കറുത്ത നിറമായി തീരുന്നത് വരെ. അങ്ങനെ അത് ഇരുളടഞ്ഞ കറുത്ത നിറത്തിലുള്ളതായി തീർന്നു. അതിലെ തീപ്പൊരികൾ വെളിച്ചം നൽകുന്നതല്ല, അതിലെ തീജ്വാലകൾ അണയുന്നതുമല്ല. അപ്പോൾ കറുത്ത നിറമാണ് നരകത്തിനുണ്ടാവുക. നരകത്തിൻ്റെ തീ എന്നൊക്കെ നമുക്ക് കാണും, തീൻ്റെ നിറം കൊടുക്കല്ലോ, പക്ഷെ അതിൽ കൊടുക്കാൻ കഴിയുള്ളൂ നമുക്ക് പിക്ചറിലൊക്കെ. പക്ഷേ നരകത്തിൻ്റെ കളർ കറുത്തിട്ടായിരിക്കും. കാരണം തീ കത്തി 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 അത് അതിൻ്റെ തീയിൻ്റെ രൂപം കറുത്തു പോയിട്ടുണ്ടാകും. പിന്നെ ഇതൊക്കെ കൂടുതൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറയുന്നത് മാത്രം. സ്വർഗത്തിലെ പാനീയങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ അത് അവിടെ എത്തിയാൽ നമുക്ക് എന്താ അതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ പറ്റുള്ളൂ. ഇതവൻ്റെ ഒരു ഭയാനകമായ അവസ്ഥ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു എന്ന് മാത്രം. സത്യവുമായി അങ്ങയെ നിയോഗിച്ചവനാണ് സത്യം. ഒരു സൂചിക്കുഴിയുടെ വലിപ്പത്തിൽ നരകത്തിൽ നിന്നും ഭൗതിക ലോകത്തേക്കുള്ളവരിലേക്ക് അത് ഒന്ന് തുറക്കപ്പെട്ടാൽ അത് കഠിനമായ ഉഷ്ണം കാരണം ഭൂമിയിലുള്ള എല്ലാവരും ഒന്നടങ്കം മരിച്ചു വീഴുമായിരുന്നു. അതിൻ്റെ ഒരു നരകത്തിൽ ആ സൂചിൻ്റെ ഉള്ളിലുള്ള ദ്വാരത്തിൻ്റെ അത്ര വലിപ്പത്തിലുള്ള ചൂട് നമ്മളെ അടുത്തേക്ക് വന്നാൽ അതുകൊണ്ട് നമ്മൾ മരിച്ചു പോകുമായിരുന്നു. സത്യവുമായി അങ്ങേ നിയോഗിച്ചവനാണ് സത്യം, അതായത് അള്ളാണ് സത്യം. നരകവാസികളുടെ വസ്ത്രത്തിൽ നിന്ന് ഒരേ ഒരു വസ്ത്രം ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ തൂക്കിയിട്ടപ്പെട്ടാൽ അതിലെ ചൂട് കാരണം ഭൂമിയുള്ളവരെല്ലാം മരിച്ചു വീഴുമായിരുന്നു. സത്യവുമായി അങ്ങേ നിയോഗിച്ചവനാണ് സത്യം. നരകത്തിൻ്റെ കാവൽക്കാരിൽ നിന്നുള്ള ഒരു മലക്ക് ഭൗതിക ലോകത്തുള്ളവരിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖവും വിരൂപതയും അദ്ദേഹത്തിന് നിന്നുള്ള ദുർഗന്ധവും കാരണം ഭൂമിയിലുള്ളവരെല്ലാം മുഴുവനും മരിച്ചു വീഴുമായിരുന്നു. ഇതൊന്നും മനസ്സിലാക്കാൻ വലിയൊരു അത്ഭുതമൊന്നുമില്ല. കാരണം നമുക്ക് അല്ലാതൊരു ഭീകരമായൊരു മനുഷ്യൻ നമ്മൾ മുമ്പിൽ വന്നാൽ തന്നെ നമ്മൾ പേടിച്ചു പോകില്ലേ. അപ്പോൾ അള്ളാഹുവിന് ഭീകരത സൃഷ്ടിക്കാനും പ്രയാസമൊന്നുമില്ലല്ലോ. സത്യവുമായി അങ്ങയെ നിയോഗിച്ചവനാണ് സത്യം. അള്ളാഹു തൻ്റെ ഗ്രന്ഥത്തിൽ വിശേഷിപ്പിച്ച നരകവാസികളുടെ ചങ്ങലയിലെ ഒരേ ഒരു കണ്ണി ഈ ഭൗതിക ലോകത്തെ പർവ്വതങ്ങൾക്ക് മീതെ വെക്കപ്പെട്ടാൽ അവ ഒന്നടങ്കം തകർന്നു തരിപ്പടമാകുമായിരുന്നു. ഭൂമിയുടെ ഏറ്റവും അടിത്തട്ട് ചെന്നെത്തുന്നവരെ അവ അടങ്ങുകയുമില്ല. അപ്പോൾ അള്ളാഹു റസൂൽ സല്ലല്ലാഹു പറഞ്ഞു, ജിബ്രീലെ മതി, ഇനി വേണ്ട, എൻ്റെ ഹൃദയം പിളർന്നു ഞാൻ മരിച്ചു പോകും ഇനി കേട്ടാൽ. കാരണം ഇതൊക്കെ നമുക്ക് കേട്ടിട്ട് എന്തുകൊണ്ടാണ് ഹൃദയം പിളരാത്തത്, നമുക്കൊന്നും അത്ഭുതം തോന്നാത്തത് വെച്ചാൽ നമുക്കതൊന്നും അത്ര ദുനിയാവിൻ്റെ കാര്യത്തിൽ അത്ര ഉറപ്പുള്ളൂ. ഇപ്പോൾ നാളെ രാവിലെ സുനാമി വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വരൂ, എന്താ ഇപ്പോൾ ചെയ്യേണ്ടത്, അതിന് വേണ്ട പ്രിപ്പറേഷൻ ഇപ്പം തന്നെ നമ്മൾ നടത്തും. ഞാൻ എൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. അതെ, നമ്മൾ അതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും. നാളെ ഇപ്പോൾ ഒരു ഭൂമികളൊക്കെ ഉണ്ടാവും, നാളെ വെള്ളപ്പൊക്കം ഉണ്ടാവും, നാളെ ഇങ്ങനത്തെ ഒരു ലോഡ് ഷെഡിങ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കാര്യവും നമ്മൾ അതിന് വേണ്ടി തയ്യാറെടുപ്പുകൾ ചെയ്യും. അതേസമയം പരലോകത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്ക് തയ്യാറെടുക്കാൻ തോന്നൂല. കാരണം എന്താ, അതിന് കാരണം അതിലെ ആ യക്കീനിലായിട്ടില്ല. നമ്മൾ ഇപ്പം നാളെ മരിക്കാനുള്ളതാണെന്നുള്ള യക്കീൻ നമ്മളിപ്പോഴും വന്നിട്ടില്ല. പരലോകത്തേക്ക് പോകാനുള്ളവരാണെന്നുള്ള യക്കീൻ നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, അപ്പോൾ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിൻ്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അള്ളാഹുവിൽ താങ്കൾക്കുള്ള ഉന്നതമായ സ്ഥാനം ഉണ്ടായിട്ടും താങ്കൾ കരയുകയാണോ ജിബ്രീൽ? ജിബ്രീൽ അലൈഹി സ്വലാം മലക്കാണ്, മലക്കുകളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരാളാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാം കരയേ?
കാരണം മലക്ക് ഇപ്പോൾ തെറ്റും ചെയ്യില്ലല്ലോ, മലക്ക് നരകമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം എന്തിനാ കരയണത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തുകൊണ്ട് കരയാതിരിക്കണം? കരയാൻ ഏറ്റവും അർഹതയുള്ളത് എനിക്കാണ്. ഏറ്റവും അർഹത, ഞാൻ കൂടുതൽ കരയേണ്ടത് ഞാൻ തന്നെയാണെന്ന്. അള്ളാഹുവിൻ്റെ അറിവിൽ ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിലായിരിക്കില്ല ഒരുപക്ഷെ എൻ്റെ ഭാവി. ഇബ്ലീസ് പരീക്ഷിക്കപ്പെടുന്നത് പോലുള്ള പരീക്ഷണങ്ങൾ എനിക്കും നേരിടേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ലല്ലോ. നമ്മളൊക്കെ വിചാരിക്കണം എന്താ, നമ്മൾ തിജാനികളാണ്, അതുകൊണ്ട് മരിക്കുമ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല, നമ്മൾ ഈമാൻ കൊണ്ട് മരിക്കും, പരലോകത്ത് ഉന്നതമായ അവസ്ഥകൾ കിട്ടും, ഇനിയൊന്നും കുഴപ്പമില്ല, നമുക്ക് എന്തും തോന്നിയ പോലെ നടക്കാം എന്ന് നമ്മൾ വിചാരം. അങ്ങനെയല്ലല്ലോ. കാരണം അങ്ങനെ ഉണ്ടായാൽ നമ്മൾ പേടിക്കണ്ടേ? അങ്ങനെ ആണെങ്കിൽ അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ നരകത്തെ പേടിക്കണ്ട, സ്വർഗം ആഗ്രഹിക്കണ്ട, നമ്മൾ അള്ളാഹുവിൻ്റെ ശിക്ഷനെ പേടിക്കണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. അതൊക്കെ ഉണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ഇതൊക്കെ പേടിക്കണം. നമ്മൾ തിജാനിയായി മരിക്കെങ്കിലല്ലേ, മരിക്കുന്നില്ല ഉറപ്പ്. ഇത് അള്ളാഹിൻ്റെ തന്ത്രമാണെങ്കിലോ? അള്ളാഹു നമ്മളങ്ങനെ തിജാനിയാക്കിയതിന് ശേഷം അതിലിങ്ങനെ ഗർവ് നടിച്ച് ആൾക്കാരൊക്കെ കൊച്ചാക്കി നമ്മൾ തോന്നിയ പോലെ ജീവിച്ച് നമ്മളങ്ങനെ വൈകേടിലാക്കാനാണെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചത്, അത് അള്ളാഹിൻ്റെ തന്ത്രമാണെങ്കിലോ? അങ്ങനെ എത്ര ആൾക്കാർ വൈകേടിലായി പോയിട്ടുണ്ട്. അത് നമ്മൾ പെട്ടാലോ? ഇവൻ ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ പറയുന്നതല്ലേ, ഞാൻ മലക്കാണ്, മലക്കുകളുടെ നേതാവാണ്, സംഭവമൊക്കെ ശരിയാണ്. എന്നാൽ ഇബ്ലീസിനൊക്കെ സംഭവിച്ച പോലെ എനിക്ക് സംഭവിച്ചാലോ? അറിയില്ല, എൻ്റെ അവസ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം കരയണം. അപ്പോൾ പിന്നെ നമുക്ക് കരയാതിരിക്കാൻ പറ്റും? അപ്പോൾ ഈ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു തങ്ങൾ ഈ നമ്മൾ ത്വരീഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫനാവും ബക്കാവും മാരിഫത്തും ഒക്കെ പറഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങളും പറയുന്നത്. കാരണം ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കാരണം അവർ അള്ളാഹിൻ്റെ മക്കറിനെ തൊട്ട് ആരും രക്ഷപ്പെട്ടവരല്ല. എത്ര ഉന്നതമായ അവസ്ഥ എത്തിയാലും അതൊക്കെ അള്ളാഹു അവനെ അതുകൊണ്ടൊക്കെ വഞ്ചിക്കപ്പെട്ടേക്കാം, അതുകൊണ്ടൊക്കെ അവൻ വൈകേടിലായേക്കാം, അവനതൊക്കെ നഷ്ടപ്പെട്ടേക്കാം. ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കാം. ആ പേടി നമുക്കില്ലേ, എന്നാൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അർത്ഥം. നമുക്ക് ആ തൗഫീക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അർത്ഥം. ആ പേടി നമുക്കില്ലെങ്കിൽ, ആ പേടി ഉണ്ടോ, അള്ളാഹ് നമുക്ക് തൗഫീക്ക് തന്നിട്ടുണ്ടെന്ന് അർത്ഥം. ജിബ്രീൽ അലൈഹിസ്സലാമിന് പേടിയായി, എന്ത്, എനിക്കത് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന് ആ തൗഫീക്ക് ഉണ്ടെന്ന് അർത്ഥം. നമുക്ക് പേടിയാവണത് നമുക്ക് നഷ്ടപ്പെടുമല്ലോ, അള്ളാഹു നഷ്ടപ്പെടുത്താതെ ഇരിക്കട്ടെ, ഇതിൽ നിലനിൽക്കാൻ കഴിയട്ടെ, എപ്പോഴും ത്വരീഖത്ത് കൊണ്ടെടുക്കാൻ പറ്റട്ടെ, അതുപോലെ ശേഖനെ നിലനിർത്താൻ പറ്റട്ടെ, ശേഖൻ്റെ ഹിദ്മത്തിൽ എന്നും കഴിയാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് നമ്മളെപ്പോഴും ആഗ്രഹിക്കുകയാണ് വേണ്ടത്. അതെങ്ങാൻ നഷ്ടപ്പെട്ടു പോയാലോ നമ്മൾ പേടിക്കുകയും വേണം. കാരണം എത്രയോ നഷ്ടപ്പെട്ടവരെ നമ്മൾ കാണുന്നു. എത്ര കൂളായിട്ട് ആൾക്കാർ വന്നിട്ട് ഇതൊക്കെ കേട്ട് അനുഭവിച്ചിട്ട് എത്ര സത്യമായ വ്യക്തമായ ക്ലിയറായ വഴിയാണ് നമ്മളുടേത്. ഒരു സംശയത്തിൻ്റെ പൈതില്ലാത്ത വഴിയാണ്. നമ്മളെ ഷെയ്ഖ് എത്ര ഉദാത്തമായ ഒരു മനുഷ്യനാണ്. ആർക്കും ഒരു കുറവ് കണ്ടുപിടിക്കാൻ പറ്റാത്ത, എല്ലാ പരിപൂർണതകളിലും തികഞ്ഞ, എന്ത് വഴിയിലൂടെ നോക്കുമ്പോൾ നൂറ് മാത്രം കാണുന്ന ഷെയ്ഖൊക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ സ്വീകരിച്ച് ഇതൊക്കെ അറിഞ്ഞ് കേട്ട് മനസ്സിലാക്കി എത്ര ആൾക്കാർ, എനിക്കിപ്പോൾ അതിനൊന്നും സമയമില്ല, ഞാനിപ്പോൾ അതിനൊന്നും ഇല്ല, എനിക്കിപ്പോൾ അത്രയൊന്നുമില്ല, ഞാനിപ്പോൾ ജോലി ആയതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ തിരക്കിലായി, പിന്നെ ഞാനൊന്നും ചെല്ലലില്ല, ഇപ്പം ഞാൻ അങ്ങനെ ഒന്നല്ല, ഞാൻ ഇപ്പോൾ ആ ഷെയ്ഖിനൊക്കെ വിട്ട് വേറെ ഷെയ്ഖിലാണ്, അങ്ങനെ പറഞ്ഞാൽ എത്ര ആൾക്കാരുണ്ട്. ഇതൊക്കെ കൊണ്ടുപോകുന്നവർ അവരൊന്നും മനസ്സിലാക്കുന്ന പോലും ഇല്ലല്ലോ. അള്ളാഹു തൗഫീക്ക് എടുത്ത് കളയാന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നൊന്നുമില്ല. നമ്മൾ ആ കൂട്ടത്തിൽ പെടില്ല എന്നുള്ളതിന് എന്താ നമുക്ക് ഉറപ്പ്? അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾക്ക് ആ പേടിയില്ലെങ്കിൽ നമ്മളൊക്കെ അങ്ങനെ സുരക്ഷിതരായ അവസ്ഥയിലാണ്. ഇതൊക്കെ എപ്പോഴും ഉണ്ടാവും. ഞാൻ ഇങ്ങനെ നിലനിൽക്കും, ഞാനിതിലിങ്ങനെ ഇബാദത്തിലും ഹിദ്മത്തിലൊക്കെ കഴിഞ്ഞ് ഏറ്റവും ടോപ്പിലെ ഇങ്ങനെ പാറി പറന്ന് നടക്കും നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ വിചാരിച്ചു പോയല്ലേ. കാരണം ശൈത്താന് അങ്ങനെ തന്നെ ആയിരുന്നു. ശൈത്താന് മലക്കുകളുടെ ഉസ്താദായിരുന്നല്ലോ. അടുത്ത ദിവസം മൂപ്പര് പോയില്ലേ, ഏറ്റവും മോശം അവസ്ഥയിലേക്ക് മാറിയില്ലേ. അപ്പോൾ ഏത് ഘട്ടത്തിലും ഏത് വലിയ ആളുകൾക്കും നാശം വന്നു ഭവിക്കാം. അവർക്ക് എനിക്കൊക്കെ എല്ലാം തികഞ്ഞവനാണ്, എനിക്കെല്ലാം ആയി, ഞാൻ ഇപ്പോൾ വലിയ ആളാണ്, എനിക്കൊരു നാശം സംഭവിക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. അതുകൊണ്ട് ആ ജിബ്രീൽ അലൈഹിസ്സലാമും ആ പേടിച്ചത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇങ്ങനെ കരയുണ്ടായിരുന്നില്ലേ, പാപങ്ങൾ അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ തെറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സഹാബാക്കൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ചോദിച്ചു, ബഹുമാനപ്പെട്ടവരെ, അങ്ങ് അമീറുൽ മുഅ്മിനീനല്ലേ, ഖുലഫാ റാഷിദീങ്ങൾ രണ്ടാമനല്ലേ, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആളല്ലേ, ഇത്ര ആയത്തുകൾ വരെ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി, എന്നിട്ട് നിങ്ങളാണോ ഈ കരയണത്? അപ്പോൾ
ഉമറുല്ലാൻ തങ്ങൾ പറഞ്ഞത് എന്താ, ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിൻ്റെ പേരിലാണെങ്കിലോ എനിക്ക് സന്തോഷങ്ങളൊക്കെ ഇറക്കി തന്നത്. ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിൻ്റെ പേരിലാണെങ്കിൽ ഞാൻ അത് ചെയ്തിട്ടില്ലെങ്കിലോ, ഞാൻ ചെയ്താൽ മാത്രമല്ല ഒക്കെ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഉറപ്പില്ല എൻ്റെ കാര്യത്തെക്കുറിച്ച്. ഈ ഉറപ്പ് വിശ്വാസങ്ങൾ പറഞ്ഞിട്ട് പോലും എനിക്ക് ഉറപ്പില്ല എന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ നമുക്ക് ഉറപ്പ് തരും എന്നതൊക്കെ ശരി തന്നെയാണ്. അതവർ നമുക്ക് തരുന്ന റഹ്മത്താണ് എന്ന് കരുതി ആ ഉറപ്പിൻ്റെ മുകളിൽ നമ്മൾ ജീവിക്കാൻ അവർ പറഞ്ഞിട്ടൊന്നുമില്ല. ആ ഉറപ്പ് അവർ നമുക്ക് തന്നൊരു സ്നേഹവും സന്തോഷ വാർത്തയാണ്. നമുക്ക് വിശ്വസിക്കുക തന്നെ വേണം. അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കണം എന്ന് കരുതി ആ പ്രതീക്ഷയിൽ മാത്രമേ ജീവിക്കരുത്. ഞാൻ തിജാന, എനിക്കൊന്നും വേണ്ട, ദിക്ർ മാത്രം മതി, ഞാൻ തോന്നിയ പോലെ നടക്കും, എനിക്കൊരു പ്രശ്നമില്ല എന്ന് കരുതി നടന്നാൽ ആ ദിക്റും ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ആൾക്കാരൊക്കെ നോക്കിയാൽ കാണാം, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ദിക്റും ചെല്ലുന്നുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ലാസ്റ്റ് നമ്മൾ ഏറ്റവും ബേസിക്കായി ഒരു തിജാനെ കൊണ്ടെടുക്കേണ്ട കാര്യങ്ങൾ പോലും കൊണ്ടെടുക്കാൻ പറ്റാതെ ഹതഭാഗ്യരായി നടക്കുന്ന ആളുകളായി മാറും അങ്ങനത്തെ ആളുകൾ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞതും അങ്ങനെയാണ്, ഞാൻ ഇബ്ലീസിനെ പോലെ അള്ളാഹു എന്നെ പരീക്ഷിച്ചാലോ, എനിക്ക് എൻ്റെയും ഭാവി അറിയില്ലല്ലോ, എനിക്ക് എന്താ സംഭവിക്കാമെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഈ നരകത്തിൽ ഞാനും പോകുന്ന അവസ്ഥ ഉണ്ടായാലോ? കാരണം അവൻ മലക്കുകൾപ്പെട്ടവനായിരുന്നുവല്ലോ. അതുകൊണ്ട് ഹാറൂത്തും മാറൂത്തും പരീക്ഷിക്കപ്പെടുന്നത് പോലെ പരീക്ഷണങ്ങൾ എനിക്കും നേരിടേണ്ടി വന്നാലോ? മറ്റൊരു വിഭാഗം മലക്കുകളാണ്, അവർക്കും ഉള്ള പരീക്ഷിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ എനിക്കും പരീക്ഷിക്കേണ്ടി വന്നാലോ എന്നൊക്കെ അവർ പറയാം. ഉമറുല്ലാന്ന് പറയുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സലാസങ്ങളും കരഞ്ഞു. ജിബ്രീൽ അലൈഹി സ്വലാം മാത്രമല്ല കരഞ്ഞു, അപ്പോൾ റസൂലും കരഞ്ഞു, ജിബ്രീൽ അലൈഹി സ്വലാം കരഞ്ഞു. അങ്ങനെ അവരിരുവരും കരഞ്ഞുകൊണ്ടിരിക്കെ അവരോട് പ്രകാരം വിളിച്ചു പറയപ്പെട്ടു, അല്ലയോ ജിബ്രീൽ, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നിങ്ങൾ ഇരുവരും അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്നും അവൻ നിങ്ങൾക്ക് പൂർണ്ണമായി നിർഭയത്വം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ രക്ഷപ്പെട്ടവരാണെന്ന് അവർക്ക് ഉറപ്പ് നൽകി. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാം മുകളിലേക്ക് തിരിച്ചുപോയി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അൻസാരികൾപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും നിൽക്കുന്നതിനരികിലൂടെയാണ് അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോകാനിടയായി. അപ്പോൾ വിശ്വാസങ്ങൾ ഇങ്ങനെ കരഞ്ഞു പോവുകയാണ് ഈ കാര്യങ്ങളൊക്കെ കേട്ട്. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുക. ഒരു സ്വാഭാവികമായി ഇതൊന്നും സ്വാഭാവികളല്ല, അൻസാരികളായ ആളുകളാണ്. ഒരിങ്ങനെ ചിരിച്ച് സ്വാഭാവികമായി മനുഷ്യന്മാർ ചിരിക്കുന്ന പോലെ, നമ്മളൊക്കെ ഇങ്ങനെ കത്തിയടിച്ച് ചിരിക്കുന്ന പോലെ, അത്ര ഒന്നല്ലെങ്കിലും ഒരു നോർമലായ രൂപത്തിലെ കളിയും ചിരിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങളുടെ പിന്നിലായി നരകം നിൽക്കുമ്പോൾ നിങ്ങൾ ചിരിക്കുകയാണോ? എനിക്കറിയാവുന്നത് അറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ച് മാത്രം ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യുമായിരുന്നു. നിങ്ങൾ ഭക്ഷണവും പാനീയവും ആസ്വദിക്കുകയില്ലായിരുന്നു. നിങ്ങൾ അള്ളാഹുവിനെ ഉറക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങിപ്പോവുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഒരു ഹാലിനെ വിശദീകരിക്കുക. അതിനർത്ഥം എല്ലാ സമയത്തും വിശ്വാസങ്ങൾ ഇങ്ങനെ ആയിരുന്നു എന്നല്ല. വിശ്വാസങ്ങൾ ചിരിച്ചിട്ട് അണപ്പല്ല് പോലും കാണുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഹാല് വിളിച്ച് പറഞ്ഞത് വിശ്വാസങ്ങൾ ഈ ഒരു അവസ്ഥയിലാണ്. ഇതൊക്കെ നിങ്ങൾ ഫുൾ ടൈം ചിരിയും കളിയാവരുത്. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ കുറച്ചേ ചിരിക്കുള്ളൂ, കൂടുതൽ കരയുക ചെയ്യാം. അബൂ ഹുറൈറ തങ്ങളിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറഞ്ഞു, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പള്ളിയിൽ 1,00,000 അതിൽ കൂടുതലോ ആളുകൾ ഉണ്ടാവുകയും കൂട്ടത്തിൽ നരകവാസികൾപ്പെട്ട ഒരാളുണ്ടാവുകയും എന്നിട്ട് അവനൊന്ന് ശ്വാസം വിടുകയും ആ ശ്വാസം അവരിലേക്ക് ഏൽക്കുകയും ചെയ്താൽ തീർച്ചയായും ഈ പള്ളിയും അതിലുള്ളവരും പൂർണ്ണമായും അമർന്നു പോകുമായിരുന്നു. നരകത്തിൽ നിന്നുള്ള ഒരാളുടെ ശ്വാസം കിട്ടിയാൽ തന്നെ കത്തിപ്പോവായിരുന്നു. ഈ നരകത്തിൻ്റെ തായ്വരകളെ കുറിച്ച് പറയുന്ന ചില ഹദീസുകൾ. അബൂ സഈദ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈൽ എന്ന നരകത്തിന് ഒരു തായ്വരയാണ്. അതിൽ വീഴുന്ന ഒരു സത്യനിഷേധി അതിൻ്റെ അടിത്തട്ടിൽ എത്തുന്നതിന് മുമ്പായി 40 വർഷക്കാലം താഴേക്ക് പതിക്കുന്നു. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ താഴേക്ക് പോകുമ്പോൾ 40 വർഷക്കാലം ദൂരം പോകണം, എന്നാലും താഴത്തില്ല. 40 വർഷക്കാലം പോയാലാണ് താഴത്തുക. ഇമാം അഹമ്മദും തിർമിദിയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എന്നാൽ തിർമിദിയുടെ റിപ്പോർട്ടിൽ ഇപ്രകാരമുള്ളത്, 2 പർവ്വതങ്ങൾക്കിടയിലുള്ള തായ്വരയാണത്. അതിൽ വീഴുന്ന ഒരു സത്യനിഷേധി അതിൻ്റെ അടിത്തട്ടിൽ എത്തുന്നതിന് മുമ്പായി 70 വർഷക്കാലം താഴത്തേക്ക് പതിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം, അവനെ നാം പ്രയാസകരമായ ഒരു കയറ്റം കയറ്റുന്നതാണെന്ന് അള്ളാഹുവിൻ്റെ വചനത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതൊരു തീപർവ്വതമാണ് അതിലേക്ക് കയറാൻ അവൻ നിർബന്ധിതനാകും. അങ്ങനെ അവൻ തൻ്റെ കൈ അതിൽ വെക്കുമ്പോൾ അത് ഉരുകിപ്പോവും, കൈ ഉയർത്തുമ്പോൾ അത് പൂർവ്വസ്ഥിതിയിലാവും.
അവൻ കാലതിൽ വെക്കുമ്പോൾ അത് ഉരുകിപ്പോവും, കാൽ ഉയർത്തുമ്പോൾ അത് പൂർവ്വസ്ഥിതിയിലാവും. അങ്ങനെ 70 വർഷക്കാലം അവൻ മുകളിലേക്ക് കയറും, ശേഷം അത്രയും കാലം താഴേക്ക് പതിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറാൻ ഇങ്ങനെ കൽപ്പിക്കും. അപ്പോൾ പർവ്വതത്തിലേക്ക് കയറുമ്പോൾ കൈ വെക്കുന്ന സമയത്തൊക്കെ കൈ കത്തിപ്പോവും, കൈ എടുക്കുമ്പോൾ കൈ പൂർവ്വസ്ഥിതിയിലാവും. അങ്ങനെ ആ ഒരു അവസ്ഥയിലായിട്ട് കയറാൻ പറയും, ഇറങ്ങാനും പറയും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ നിവേദനം, അവർ വൈകാതെ ഗൈ എന്നതിനെ കണ്ടെത്തുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ വചനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അത് നരകത്തിൽ ഒരു തായ്വരയാണ്. ദേഹേച്ഛകളെ പിൻപറ്റുന്നവരെ അതിലേക്കായിരിക്കും വലിച്ചെറിയപ്പെടുക. ഇത് ഇമാം തബ്രാനിയും വൈഹഖിയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് നിവേദനം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജുബ്ബുൽ ഹസൻ, ദുഃഖത്തിൻ്റെ ഗർത്തം എന്നതിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് അഭയം തേടുക. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് ജുബ്ബുൽ ഹസൻ? അപ്പോൾ അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നരകത്തിലെ ഒരു തായ്വരയാണ്. അതിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് നരകം തന്നെ ഒരു ദിവസം 400 തവണ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നരകം തന്നെ പറയുന്നുണ്ട്, അള്ളാഹുവെ ഇന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്തണേ. കാരണം അത്രയും പ്രയാസമുള്ള ഒരു തായ്വരയാണത്. അപ്പോൾ അവർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ആരാണ് അതിൽ പ്രവേശിക്കുക? ആ തായ്വരയിൽ പ്രവേശിക്കുന്ന ആൾക്കാരാരാണ്? തങ്ങളുടെ കർമ്മങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഖുർആൻ പാരായണക്കാർക്ക്, പണ്ഡിതന്മാർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണത്. ആ തായ്വര, ഞാൻ കുറച്ച് ഖുർആൻ ഓത്തുകാരനാണ്, ഞാൻ വലിയ പണ്ഡിതനാണ് എന്നൊക്കെ ആൾക്കാർ കാണണമെന്ന് വിചാരിച്ച് ഖുർആൻ ഓതുക, ഇൽമു പഠിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ പണ്ഡിതന്മാരാണ് അതിൻ്റെ ആൾക്കാർ. തീർച്ചയായും ഖുർആൻ പാരായണക്കാരിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ളവർ അതിക്രമികളായ ഭരണാധികാരികളെ സന്ദർശിക്കുന്നവരാണ്. അതായത് ഖുർആൻ ഇങ്ങനെ ഓതുന്ന വലിയ പണ്ഡിതന്മാരായിട്ട് അറിയപ്പെടുകയും ചെയ്യും, പൈസക്ക് വേണ്ടി അധികാരത്തിന് വേണ്ടിയും രാജാക്കന്മാരെ എടുത്ത് പോയിട്ട് ഇങ്ങനെ കൂപ്പി നിൽക്കുകയും ചെയ്യും. അങ്ങനത്തെ ആൾക്കാരാണ് ഏറ്റവും അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ പണ്ഡിതന്മാരിൽ. ആ ആളുകളെ ആയിരിക്കും ആ നരകം സംവിധാനിച്ചിട്ടുണ്ടാവുക. ഇത് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകം അതിൻ്റെ രക്ഷിതാവിനോട് സങ്കടം പറഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, എൻ്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്ത് തിന്ന് നശിപ്പിച്ചിരിക്കുന്നു. അതായത് ചൂടുകൊണ്ട് ഒരു ഭാഗം മറ്റു ഭാഗത്ത് ഇങ്ങനെ കത്തിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവൻ അതിന് 2 തവണ ശ്വാസം എടുക്കാൻ അനുവാദം നൽകി. മഞ്ഞുകാലത്ത് ഒരു ശ്വാസവും വേനൽക്കാലത്ത് ഒരു ശ്വാസവും. അത് ചൂട് പുറത്തേക്ക് വിടാൻ അനുവാദം നൽകിയെന്നർത്ഥം. അതിനാൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും കഠിനമായ ചൂടും നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും കഠിനമായ തണുപ്പും അതിൽ നിന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചൂടുകാലത്തൊക്കെ നമ്മൾ ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല എന്ന് പറയുന്ന ചൂടുണ്ടല്ലോ, അത് നരകത്തിൻ്റെ ഒരു ചെറിയ പുറത്തേക്ക് വന്ന ശ്വാസത്തിൽ നിന്നുള്ളതാണ്. തണുപ്പ് കാലത്ത് അനുഭവിക്കുന്ന തീവ്രമായ തണുപ്പ്, നമ്മൾ കേരളത്തിലൊന്നും ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവാറില്ല. ചൂട്, അങ്ങേയറ്റത്തെ ചൂട് എന്നൊക്കെ പറയണത്, കത്തിയിരുന്ന ചൂടൊക്കെ നമ്മൾ കേരളത്തിലൊന്നും അങ്ങനെ ഇല്ല. അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ തണുപ്പും കേരളത്തിലൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഒക്കെ പുറത്തൊക്കെ ഉണ്ടാവുള്ളൂ. തണുപ്പത്ത് ഇങ്ങനെ നിന്നിട്ട് ഈ വിറച്ച് ഒരു -10 ഒക്കെ ഡിഗ്രിയിലൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. എപ്പോഴും ഹീറ്റർ വെച്ചിട്ട് ഇങ്ങനെ ജീവിക്കണ്ടേ. ഇതൊക്കെ നരകത്തിൻ്റെ ശ്വാസങ്ങളിൽപ്പെട്ടതാണ്. ഇമാം മുസ്ലിമും തിർമിദിയും അബ്ദുല്ലാഹ് ബിൻ മസൂദ് റളിയല്ലാഹു അൻഹു തങ്ങൾ നിവേദനം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നേ ദിവസം, അതായത് അന്ത്യനാളിൽ നരകത്തെ കൊണ്ടുവരുന്നതാണ്. അതിന് 70,000 കടിഞ്ഞാണുകൾ ഉണ്ടായിരിക്കും. ഓരോ കടിഞ്ഞാണിനൊപ്പവും അതിനെ വലിച്ചു കൊണ്ടുവരുന്നതിനായി 70,000 മലക്കുകൾ ഉണ്ടായിരിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളുടെ നിവേദനം, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു വലിയ ശബ്ദം, എന്തോന്ന് താഴെ വീഴുന്ന ശബ്ദം അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാനിടയായി. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതെന്താണ്, നിങ്ങൾക്കറിയുമോ? അപ്പോൾ നമ്മൾ പറഞ്ഞു, അള്ളാഹുവിൻ അവൻ്റെ റസൂലിനും ഏറ്റവും കൂടുതൽ നന്നായി അറിയുന്നത്. അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു കല്ലാണിത്. അത് ഇതുവരെ നരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ അടിത്തട്ട് ചെന്നെത്തിയത്. അതിൻ്റെ ശബ്ദമാണ് എന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ നരകത്തിൽ നിന്നും ഒരു കഴുത്ത് പുറത്തു വരും. അതിന് കാണാൻ കഴിയുന്ന 2 കണ്ണുകളും കേൾക്കാൻ കഴിയുന്ന 2 കാതുകളും സംസാരിക്കാൻ ഒരു നാവും ഉണ്ടായിരിക്കും. അതിപ്രകാരം പറയും, 3 വിഭാഗം ആളുകളാണ് അവളുടെ കാര്യമാണ് എന്നെ ഏൽപ്പിക്കപ്പെട്ടത്. ധിക്കാരികളായ ഒരു അഹങ്കാരികളുടെയും അള്ളാഹുവിന് പുറമെ മറ്റ് ആരാധനയെ പ്രാർത്ഥിച്ച എല്ലാവരുടെയും പ്രതിമകൾ നിർമ്മിച്ചവരുടെയും
ഒക്കെ അവരൊക്കെ കത്തിക്കാനാണ് എന്നെ ഏൽപ്പിക്കപ്പെട്ടത്. അബ്ദുല്ലാഹിബിൻ അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതുപോലെയുള്ള ഒരു ഈയക്കട്ടി ഒരു തലയോട്ടിയുടെ വലുപ്പത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, അതായത് ഒരു ഈയക്കട്ടി ഉണ്ട്, ആ ഈയക്കട്ടീനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, 500 വർഷത്തെ യാത്രാ ദൂരമുള്ള ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇട്ടാൽ അത് രാത്രിയാകുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ വന്ന് പതിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ആകാശത്തും ഭൂമിയിലേക്ക് ഇട്ടിട്ട് ഈ വസ്തു ഒരു ദിവസം കൊണ്ട് ഭൂമിയിൽ എത്തുകയാണെന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ നരകത്തിലെ ചങ്ങലയുടെ മുകൾ ഭാഗത്ത് നിന്നാണ് അത് ഇട്ടിരുന്നെങ്കിൽ രാവും പകലും ഇടപെട്ട് 40 വർഷം അത് താഴേക്ക് സന്ദർശിച്ചാൽ പോലും മാത്രമേ അതിൻ്റെ അടിത്തട്ടിലോ ആഴത്തിലോ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആകാശത്ത് ഭൂമിയിലേക്ക് ഒരു കല്ലിട്ടാൽ 500 വർഷത്തെ ദൂരം അത് ദിവസം കൊണ്ട് കവർ ചെയ്യുമെങ്കിൽ അതേ വേഗതയിലുള്ള കല്ലിനെ നമ്മൾ നരകത്തിലേക്ക് ഇട്ടാൽ, അതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇട്ടാൽ അത് താഴത്തെത്തണം എന്നുണ്ടെങ്കിൽ 40 വർഷം സഞ്ചരിക്കണമെന്ന്, അത്രയും ആയുണ്ട്. ഉത്ബ ബിൻ ഗസ്വാൻ റളിയല്ലാഹു അൻഹു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പാറക്കല്ല് നരകത്തിൻ്റെ വക്കിൽ നിന്ന് താഴത്തേക്ക് വലിച്ചെറിയുകയും അങ്ങനെ 70 വർഷക്കാലം അത് നരകത്തിൽ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കും, എന്നിട്ടും അത് അതിൻ്റെ അടിത്തട്ടിൽ വന്നെത്തുകയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പ്രകാരം പറയാറുണ്ടായിരുന്നു, നിങ്ങൾ നരകത്തെക്കുറിച്ച് കൂടുതലായി ഓർക്കുക, കാരണം അതിലെ ചൂട് കഠിനമായതാണ്, അതിൻ്റെ അടിത്തറ വളരെ ദൂരത്താണ്, അതിനെ പ്രഹരിക്കുന്ന ദണ്ടുകൾ ഇരുമ്പ് കൊണ്ടുള്ളതാണ്. ഇത് ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. നമ്മൾ തിജാനികളെ സംബന്ധിച്ചിടത്തോളം നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ അള്ളാഹു നമുക്ക് നിർഭയത്വം തന്നിട്ടുണ്ട്. പരിശുദ്ധമായി തുരീക്കത്തിന് ദിക്ർ കൊണ്ടിടന്നാൽ അള്ളാഹു നമുക്ക് ഇതിനൊക്കെ രക്ഷ തന്നിട്ടുണ്ട്. പരലോകത്ത് ഈ പ്രയാസങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഹിസാബില്ലാതെ സ്വർഗത്ത് പ്രവേശിക്കുക, പിന്നെ പ്രയാസങ്ങളെ കൂടെ ഉന്നതമായ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ വലുപ്പം മനസ്സിലാവാൻ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ആ അനുഗ്രഹത്തിൻ്റെ വലുപ്പം മനസ്സിലാക്കാൻ എത്രത്തോളമാണ് ആ ഒരു അനുഗ്രഹം എന്നത്. അപ്പോൾ ഹിസാബില്ലാതെ സ്വർഗത്ത് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിസാബില്ലാതെ സ്വർഗത്ത് പ്രവേശിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ വീട്ടിലെ ഒരു കുട്ടിക്ക് ഒരു പനി വന്നിട്ട് നമ്മൾ ചിലപ്പോൾ ത്വരീക്കത്തും ദിക്ർ ഒഴിവാക്കും. അത്രേ ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് ഹിസാബില്ലാതെ സ്വർഗം കിട്ടുന്നതും ഇതൊക്കെ അത്രേ ചെറുതായിരിക്കും. എന്താ ഇപ്പോൾ കുറേ ആയില്ല ദിക്റൊക്കെ കൊണ്ടെടുക്കണം, എന്നിട്ടും എൻ്റെ മോൻ്റെ പനി മാറിയില്ലല്ലോ, ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ ടെൻഷൻ. കാരണം ഹിസാബില്ലാതെ സ്വർഗത്ത് പ്രവേശിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനും കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. നമ്മളെപ്പോഴും നരകത്തെക്കുറിച്ച് ഓർക്കണം, സ്വർഗത്തെക്കുറിച്ച് പ്രതീക്ഷിക്കണം. കാരണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തൽ അത്ര സിമ്പിളായ പരിപാടിയല്ല. ഹിസാബ് ഇല്ലാതിരിക്കൽ സിമ്പിളായ പരിപാടിയല്ല. മഹത്തുക്കൾ പറയണത് കാണാം, നാളെ പരലോകത്ത് ഹിസാബുണ്ട്, അതുപോലെ തന്നെ നാളെ പരലോകത്ത് തുലാസിൽ തൂക്കപ്പെടും, നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടും എന്ന് ഒരാൾക്ക് മനസ്സിലായാൽ പെട്ടു എന്നാ. കാരണം അത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ശിക്ഷ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുക ഹിസാബ് ഉണ്ടാവരുതേ എന്നാണ്. മഹത്തുക്കളാണ് അതുകൊണ്ട് ആഗ്രഹിക്കുക ഹിസാബ് ഉണ്ടാവരുതേ, എന്നെ വിചാരണ ചെയ്യപ്പെടരുതേ. കാരണം വിചാരണ ചെയ്താൽ നമ്മൾ കുടുങ്ങിയെന്നർത്ഥം. വിചാരണ ചെയ്താൽ നമുക്കൊന്നും ഉണ്ടാവില്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ അള്ളാഹനെ മറന്ന അവസ്ഥകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഓർത്ത അവസ്ഥകളൊന്നും ഉണ്ടാവില്ല. ഓർത്ത തന്നെ നമുക്ക് വേണ്ടി ഓർത്ത, അള്ളാഹ്ക്ക് വേണ്ടിയല്ല. അപ്പം അള്ളാഹു നമുക്ക് തന്ന ഈ അനുഗ്രഹത്തിന് പരിശുദ്ധമായ ത്വരീക്കത്തിൽ കൊണ്ട് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ചെറുതല്ല എന്ന് മനസ്സിലാക്കുക. ചെറുതല്ല. കാരണം നമ്മളിപ്പോഴും ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി മരണത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ശൈഖ് അവറുകൾ. മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. കാരണം മരിക്കുന്ന സമയത്ത് മരണത്തിൻ്റെ വേദന തന്നെ ഭയങ്കര വേദനയാണ്, അത് പ്രയാസം അനുഭവിക്കുന്നതാണ്. പക്ഷേ തിജാനികൾക്ക് അള്ളാഹു കൊടുത്ത മഹത്വം എത്ര നോക്കൂ. ആ മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൂടെ ഉണ്ടാവും. അവരെ വേദന അവർക്ക് അനുഭവപ്പെടില്ല. ഖബറിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അത് പ്രയാസമുള്ളതെന്ന് മനസ്സിലാക്കണം, അതിനെ പേടിക്കണം. എന്നിട്ട് നമുക്ക് ബോധ്യം ഉണ്ടാവണം തിജാനികൾക്ക് ഖബറിലെ പ്രയാസങ്ങൾ ഉണ്ടാവില്ല. കാരണം റസൂലുള്ളാഹി നമ്മളെ കൂടെ ഉണ്ടാവും, നമുക്ക് ചോദ്യങ്ങൾ ഉത്തരം നൽകാനായിട്ട്. ത്വരീക്കത്ത് തന്നാലും കൊണ്ടിടുന്നാൽ മതി, വേറെ അധികമൊന്നും വേണ്ട. ഒരാൾ വലിയ മാരിഫത്തിലേക്കും വലിയ ആയങ്ങളിലേക്ക് പറക്കൊന്നും വേണ്ട. ത്വരീക്കത്തിന് ദിക്ർ കൊണ്ടിടുന്നാൽ തന്നെ ഇതൊക്കെ കിട്ടും. അപ്പോൾ ഖബറിൽ ഹിസാബ് ഉണ്ടാവില്ല. വിശ്വാസങ്ങൾ പറയും എൻ്റെ ആളാണ്, ഇവിടെ ഒന്നും ചോദിക്കേണ്ട അറിയും. ഈ ചോദിച്ചാൽ തന്നെ ഞാൻ ഉത്തരം പറയാറ്. വിശ്വാസങ്ങൾ ഉത്തരം പറയുന്ന രൂപത്തിൽ
നമ്മൾ ഖബറിൽ അള്ളാഹു ഉണ്ടാവും വെക്കും. പരലോകത്ത് അള്ളാഹു നമുക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഒരു ചോദ്യം ആരും ചോദിക്കൂല. എത്ര വലിയ കാര്യമാണ് പരലോകത്തെ പ്രയാസങ്ങളെല്ലാം നമ്മൾ ഈ വിശദീകരിക്കുന്നതൊക്കെ. ഇൻഷാല്ലാ ഞാൻ അടുത്ത ദർസുകളിൽ അത് വിശദീകരിക്കുന്നതാണ്. ഈ പ്രയാസങ്ങളൊക്കെ നമുക്ക് ബോധ്യം ഉണ്ടാവണം, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. അപ്പോഴാണ് ആ പ്രയാസം നമുക്ക് നീക്കപ്പെടുന്നത് എന്ന അനുഗ്രഹം എത്ര വലുതാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് ചെറുതല്ലാന്ന്. പ്രയാസങ്ങളൊക്കെ നമ്മൾ വിചാരിക്കണത് തിജാനിയായി അതിപ്പോൾ എന്താ ചെറിയൊരു കാര്യം എന്നുള്ള രൂപത്തിലാണ്. അങ്ങനൊന്നല്ല. ആ പ്രയാസം നീക്കപ്പെടുന്നത് എത്ര വലിയ അനുഗ്രഹമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക വേണം. അപ്പോൾ നമ്മൾ ത്വരീഖത്തിൻ്റെ മഹത്വം മനസ്സിലാവുള്ളൂ. അപ്പോൾ കൂടുതൽ അള്ളാഹു നന്ദി ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഹിസാബില്ലാ സ്വർഗത്ത് പ്രവേശിക്കുക. എങ്ങനെ സ്വർഗത്ത് പ്രവേശിക്കുക? കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചില്ലേ, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അവരുടെ ചിറകിലേറ്റിക്കൊണ്ട് നമ്മളങ്ങനെ കൊണ്ടുപോകും. നരകം കാണിക്കാത്ത രൂപത്തിൽ പരലോകത്തേക്ക് എത്തിക്കും. അതും വലിയ അനുഗ്രഹമല്ലേ? മലക്കുകളുടെ ചിറകിലേറ്റിക്കൊണ്ട് തിജാനികൾക്ക് യാത്ര ചെയ്യാം. വിശ്വാസങ്ങൾ അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വാസങ്ങൾ പറഞ്ഞ കാര്യമാണ്. അത് തിജാനികൾ ആ കൂട്ടത്തിൽ പെടും എന്നുള്ളത് മശായിഖന്മാരെ നമുക്ക് ഉറപ്പ് വന്നതുമാണ്. മലക്കുകളുടെ ചിറക് കയറിയിട്ട് നമുക്കിങ്ങനെ പോവാം. സ്വഹാബാക്കളെ തൊട്ട് പിന്നിലായിട്ട് നമുക്ക് അവിടെ അണിനിരക്കാം. എത്ര വലിയ അനുഗ്രഹങ്ങളാണ് അല്ലാഹു നമുക്ക് നൽകിയത്. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ത്വരീഖത്ത് നല്ല കൊണ്ടെടുക്കണം, അവൻ്റെ ഔറാദ് കൊണ്ടെടുക്കണം. അപ്പോൾ നമുക്കെന്താ കൂടുതൽ അല്ലാഹു നന്ദി ചെയ്യാനല്ലേ തോന്നുക. ഇതൊക്കെ കിട്ടിയിട്ട് നമുക്ക് ഇതൊക്കെ തരാമെങ്കിൽ എൻ്റെ ജീവിതം മുഴുവൻ കൊടുക്കാമെന്നല്ല നമ്മൾ ചിന്തിക്കാം. അപ്പോൾ നമുക്കൊരാൾ പറയാണ്, നിങ്ങളെല്ലാ കാര്യം നോക്കിക്കോളാം, നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട, എല്ലാം ഫ്രീ ആയിട്ട് എല്ലാം ഞാൻ ചെയ്തുതരാം. നിങ്ങൾക്ക് എന്തൊക്കെ ബാഹ്യമായോ ആന്തരികമായിട്ടും വേണോ, ഏതൊക്കെ സ്നേഹവും സന്തോഷം വേണോ, അതൊക്കെ നൽകാമെന്ന് ഒരാൾ പറഞ്ഞാൽ അത് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിയുള്ള ഒരാൾ എന്താ ചെയ്യുക? അവരുടെ എന്നാൽ ഞാൻ എൻ്റെ ജീവിതം നിങ്ങൾക്ക് തരാം, എനിക്ക് വേറൊന്നും എനിക്ക് തരാനില്ല എന്നല്ല പറയുക. ഞാൻ എൻ്റെ ജീവിതം നിങ്ങൾക്ക് സമർപ്പിച്ചു, നിങ്ങൾക്ക് നന്ദി ചെയ്തിട്ട് ഞാൻ എൻ്റെ ജീവിക്കാൻ പോവാണ് എന്ന് വിചാരിക്കല്ല ചെയ്യാം. അപ്പോൾ നമുക്കും ചെയ്യാനുള്ള അത്ര മാത്രമേ ഉള്ളൂ. അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക. മശായിഖന്മാരിലൂടെ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് അതിൻ്റെ ഹിദമത്തിലൊക്കെ ജീവിക്കുക. എപ്പോഴും ശുക്റിൻ്റെ വഴിയിലായി നടക്കുക. നമ്മൾ ഈ ത്വരീഖത്തിൻ്റെ ഹിദമത്തിലും ഷെയ്ഖിൻ്റെ ഹിദമത്തിലും ഒക്കെ ആയിട്ട് ജീവിതം മാറ്റി വെക്കുക. ബാക്കിയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉറപ്പ് തന്നതാണ്. അങ്ങനെ നമ്മൾ ജീവിതം മാറ്റി വെച്ചാൽ നമ്മൾ ഈ ത്വരീഖത്തിലായി മരിക്കാൻ സാധിക്കും. പരലോക ജീവിതം ഉണ്ടാവും, എല്ലാത്തിലും നമുക്ക് റാഹത്തുകളൊക്കെ ഉണ്ടാവും. അതേസമയം ഒന്നും ഓർമ്മയില്ല, അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് കൊണ്ടെടുക്കുകയാണ്. ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല, പരലോകത്തെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ ആലോചിക്കുന്നില്ല, അത് ഒഴിവായി കിട്ടുന്നതിന് മുമ്പ് അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിൽ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നും. അത് കുറച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സങ്കടം വരുമ്പോൾ നമ്മൾ ഒഴിവാക്കും. ഒരു കല്യാണം വന്നാൽ മതി, ദിക്റൊക്കെ മറന്നുപോകും. ആരെങ്കിലും വീട്ടിൽ അസുഖം വന്നാൽ നമ്മൾ ഈ ദിക്റില്ലാന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഷെയ്ഖിനെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ത്വരീഖത്തെ നമുക്ക് എന്താ ത്വരീഖത്തും ചോദിക്കുന്ന അവസ്ഥയായിരിക്കും. ഇതൊക്കെ എന്താ നമുക്ക് ഉണ്ടായത്? നമ്മളിതൊന്നും ഓർക്കാത്തത് കൊണ്ടാണ്. അള്ളാഹു നമുക്ക് ഇസ്തിഖാമത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്.